الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. لا إكراه في الدين، قد تبين الرشد من الغي، فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها، والله سميع عليم. കിതാബില്ലേ ഇതൊന്ന് നോക്കറാ കിതാബില്ലാണ്ട് പഠിക്കാമോ പട്ടിക്കാട്ടിൽ ഒറ്റ ഒരു കുറാസൂടെ എനിക്കുണ്ടില്ല. മലയാള കിതാബ് നോക്കിയാൽ കലമ്പൂടി പിന്നെ കലമ്പിനാട് വാഴ്ത്തണ്ട. ഞാനിങ്ങനെയും പഠിക്കുന്നു. ദീനിൽ ഇക്റാഹില്ല എന്നാ പറഞ്ഞത്. ഇക്റാഹ് എന്ന അറബി ഭാഷയിൽ എന്താ പറയുക? സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ എന്തോ ആയ ഒരു ഉപദ്രവം ഏൽപ്പിക്കുമെന്നുള്ള ഭീഷണി ഉണ്ടാക്കുക. എന്നിട്ട് ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ അതിൽ കൂടി കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് നിന്നെ ഇപ്പം കൊല്ലും, അല്ലെങ്കിൽ നിന്നെ അടിക്കും, കൈകാലോടിക്കും, അല്ലെങ്കിൽ കാര്യമായ സംഖ്യ പിടിച്ചു പറിക്കും, അല്ലെങ്കിൽ അങ്ങാടിയിട്ടിട്ട് നിന്നെന്താക്കും, മാനക്കേടാക്കും. ഇങ്ങനെ എന്തെങ്കിലും അതാ ശാരീരികമോ സാമ്പത്തികമോ മാനസികമോ എന്തോ ആവട്ടെ, അവരുടെ കുടുംബത്തിലോ എന്തോ ആകാം. അങ്ങനല്ലേ ഇക്രാഹിൻ്റെ. എന്നിട്ടൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യൂല എന്ന് പറയാം, അല്ലേ? ഇതാണ് ഇക്റാഹ്. അത് നടപ്പിലാകുമെന്നും എന്തുവന്ന് സാധ്യതയുണ്ടെങ്കിൽ മറ്റൊരായി മുക്റഹായി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കണ്ടാൽ വെറും പടക്കം പൊട്ടിച്ചത് മാത്രമാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെയാക്കി കളയും എന്ന് പറഞ്ഞത് മാത്രമാണെങ്കിൽ അത് നടക്കൂല. എന്നിട്ട് ആ കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ എന്താവില്ല, ഇസ്ലാമിൽ അംഗീകരിക്കില്ല. നിർബന്ധിച്ച് തലാക്കലം ചെല്ലിക്കുന്നുണ്ടല്ലോ. റൂമിലിട്ട് പൂട്ടുക, എന്നിട്ട് മൂത്രിക്കാൻ ഉണ്ടാക്കുക, ഭക്ഷണം മുടക്കുക, എന്നിട്ടൊരു കള്ളാസ് എഴുതിയിട്ട് പൊപ്പിട്ടിറങ്ങുക. വരച്ചെടുത്ത തലാക്കായ ഒന്ന് വേറെ ആരോ വലിയ കള്ളാസിൽ വരച്ചെടുത്ത തലാക്കാവില്ല. ആ വിശ്വസിച്ചത് അതന്നെ ഇവിടെ മുക്റഹായും ചെയ്തു. എന്തിനെന്താക്കുക? വേറെ കൊണ്ട് കെട്ടിക്കുക. ഇതൊക്കെ നടക്കുന്ന രംഗങ്ങളാണ്. അപ്പൊ ഇവിടെ ദീനിൽ ഇക്റാഹിന്റെ പ്രശ്നമില്ല എന്നാ പറഞ്ഞത്. എന്നുവെച്ചാൽ എന്താണ്? ദീനിലാകെ എന്താ ഉണ്ടാകല്? ഒന്നുകിൽ അഖീദ ഏറ്റിക്കാദ്, അല്ലെങ്കിൽ ഏറ്റിക്കാദ് അനുസരിച്ച് തഖ്വന്റെ പ്രവർത്തനം, ഇതല്ലേ? അതും അല്ലെങ്കിൽ എന്താകും അവൻ്റെ അനുസരിച്ചുള്ള സ്വഭാവ സംസ്കരണം. എല്ലാം തീർന്നില്ല, ദീന് കംപ്ലീറ്റ് ആയല്ലോ, അല്ലേ? അക്കലിയും നക്കലിയുമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിയറി ഇവിടെ സുബൂത്തായി. മസലൻ 9, 1, 10 ഇങ്ങനല്ല കഥയെന്ന് പറയുന്നത്. അക്കലിനും നക്കലിനും സുബൂത്തായ സംഗതി. അതുകൊണ്ട് എന്തായി സുബൂത്താക്കിയ ശേഷം ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തല്ലും കുത്തും പടിയും കുന്തലും എടുക്കേണ്ട ആവശ്യമുണ്ടോ? 9, 1, 10 ഒന്നും ഞങ്ങൾ ചൊല്ലാം ഇല്ല. എന്താ വാളിനിരയാക്കും എന്ന് വരേണ്ട ആവശ്യം വരുന്നുണ്ടോ? എന്ത് സമസ്യ പറയുന്നത്? വരൂല. ഇതുപോലെ ഇസ്ലാമിന്റെ തിയറി എന്താണ്? അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു മാത്രമാണ് ഉലൂഹിയത്തിന് അർഹതപ്പെട്ട ആകെ ഒരു മൗജൂദ്. അന്നും ഇന്നും എന്നും ഒരു കാലത്തും അള്ളാഹു അല്ലാത്ത ഇലാഹ മൗജൂദായിട്ടുമില്ല, ഇപ്പം നിലവിലുമില്ല, ഇനി ആകാൻ പോകുന്നുമില്ല. ഇതല്ലേ? ഇത് അക്കലിയും നക്കലിയുമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സുബൂത്തായ സംഗതിയാണ്. ഇസ്ലാമിന്റെ തിയറി എങ്ങനെയാണ്? രണ്ടാമത്തെ എന്താ ഉണ്ടാകല്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹു അയച്ച റസൂലാണ് എന്നുള്ളതും എന്തായിട്ടുണ്ട്? അക്കലിയും നക്കലിയുമായ തെളിവ് കൊണ്ട് റുബൂത്തായ ഖത്ഈയായ കാര്യമാണ്. എത്രയോ കേട്ടല്ലോ. ആ, അപ്പൊ ഈ രണ്ട് ഷഹാദത്താണ് കൂട്ടിവെച്ച ഇസ്ലാമിന്റെ തിയറിയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ തിയറി അംഗീകരിക്കാൻ വേണ്ടിയിരുന്നില്ല, നിർബന്ധിച്ചാക്കേണ്ട ആവശ്യമില്ല. സലീമായ അഖിലാണെങ്കിൽ അതിന് വെളിപ്പെട്ടു കൊള്ളും. ഇനി ഇക്റാഹ് ചെയ്തിട്ട് ഒരാൾ അംഗീകരിച്ച് എന്നുകൊണ്ടോ ഓനിക്ക് മനസ്സിൽ തസ്ദീഖ് വന്നിട്ടില്ലെങ്കിൽ ഇസ്ലാം ആവൂലല്ലോ. അപ്പൊ ഇക്റാഹിന് അവിടെ നിന്നില്ല, ആവശ്യം വരുന്നില്ല. ഇക്റാഹോടുകൂടി നടത്തിയാൽ എന്താവൂല? അത് അംഗീകരിക്കപ്പെട്ട കാര്യമാവൂല. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഒരാളെ കൽബിൽ സാദിഖായി വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പ്രത്യേകം പറയേണ്ട നിസ്കരിച്ചോളൂ. അവിടെ എന്തോ വോൾട്ടേജ് കുറഞ്ഞിട്ടാണ് ഈ വേറെ വാങ്ങി നിസ്കാരത്തിന് പിന്തിരിപ്പിക്കും. നോമ്പ് നോറ്റോളൂ. അല്ലെങ്കിൽ എന്താക്കും? എനിക്ക് നോമ്പ് നോക്കാൻ കൽബും എല്ലാം കൂടെ മരിക്കുന്നുണ്ടാവും നിസ്കരിക്കാൻ. അപ്പം അഅ്മാലുകൾ എന്താക്കും? അത് താബിയായിട്ട് അത് അവൻ്റെ ഈമാനിൻ്റെ ലോക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതില്ല, ചെയ്തോളൂ. ഇനി അത് രണ്ടും കൂടെ സൂട്ടായി കഴിഞ്ഞാൽ ഇസ്ലാം ഉദ്ദേശിക്കുന്ന പാതയിലേക്ക് അവനെന്താക്കാൻ നയിച്ച് ഏറിപ്പറഞ്ഞ ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്നേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ വെച്ച് ഇനി പോകുമ്പോൾ നല്ല റോഡാണെങ്കിൽ ഒന്ന് തൊട്ടുകൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ട് പാളിപ്പോകാൻ ഒന്നിങ്ങനെ തൊട്ടിട്ട് പത്താനും പറയും. എന്നാൽ ഒരാൾക്ക് കിലോമീറ്ററോളം ഓടി നല്ല റോഡ് വന്നപ്പോൾ അങ്ങനെ എങ്ങോട്ടും പോകില്ല. അപ്പൊ ആ രൂപത്തിൽ തർബീത്ത് ചെയ്താലും മതി. തർബീത്ത് അടിക്കലെന്ന് അർത്ഥമൊക്കെയല്ലേ, അടിക്കലൊന്നുമില്ല. അതെന്തുകൊണ്ടാണ്? മറക്കട മുറിച്ച് കാട്ടുന്നതോടെ ഓരോടെ അതേ നടക്കുള്ളൂ. ഇവയ്ക്ക് തിരിയായിട്ടല്ല. ആ കിബറും കാട്ടി ഞങ്ങളെ കടക്കുന്നോളോ അപ്പം അവന്താക്കും? അത് പറയുന്നുണ്ടല്ലോ, അതതിനെതിരായി വരില്ല. അവിടെ കുരുത്തക്കേടിന് വേണ്ടിയിട്ടാണ്. എന്നല്ലാണ്ട് ഓരോ ഈ വാള് കണ്ടിട്ട് പേടിച്ചിട്ട് വിശ്വസിച്ചെങ്കിൽ വിശ്വാസം ആകുന്നില്ലല്ലോ. നേരത്തെ പറഞ്ഞില്ലേ, മുക്കറഹിന്നില്ല, ഹുക്കുമില്ലല്ലോ. ഞാൻ വാള് പഠിച്ച് വിശ്വസിച്ചാന്ന് പറഞ്ഞാൽ അതുപോലെ തല്ലെന്ന് പേടിച്ചിട്ട് ഞാൻ കാര്യം സംബന്ധിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ ആകുന്നില്ലല്ലോ. അതെ. അപ്പൊ എല്ലാ ഇക്റാഹ ഫിദ്ദീന് മനസ്സിലായില്ലേ ചുരുക്കസാരം? അമ്മയ്ക്ക് പറ്റച്ചണ്ട ക്ലോക്കിനെ 6 മാസം നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ലാ ഇക്റാഹ ഫിദ്ദീനിന്റെ കാരണമാണ് പറയുന്നത് ഖത്തബൈന റുശ്ദു മിനൽ ഗയ്യ്. റുശ്ദ് എന്ന് പറഞ്ഞാൽ സന്മാർഗം, അതിന്റെ ഓപ്പോസിറ്റാണ് ഇത് ഗയ്യ്. അഖീദയിലുണ്ടാകുന്ന ഗയ്യ് ഉണ്ടാകും, പ്രവർത്തനത്തിലുണ്ടാകുന്ന ഗയ്യ് ഉണ്ടാകും, പലതിലുള്ള. അപ്പോൾ ഗയ്യ് ഏത് റുശ്ദ് ഏത് എന്ന് ഇവിടെ എന്തായി അക്കലിയും നക്കലിയുമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വെളിവായിട്ടുണ്ട്. എന്ന കാരണത്തിനുണ്ട് ഇനി ഇക്റാഹിൻ്റെ ആവശ്യം വരുന്നില്ല ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എത്രയോ മുസ്ലിമുകളെ കണ്ടില്ലേ, തങ്ങളടുത്ത് വന്നിട്ട് ചില മൗജിസാത്ത് കാണും, അപ്പം അതിന് വിശ്വസിച്ചു. അതാണ് ദീനിൻ്റെ അവസ്ഥ. അപ്പം പിന്നെ ഇവർക്ക് എന്താക്കും? വേറെ ഏതോ പാർട്ടിക്കാരുടെ കൂറിന് വേണ്ടി എന്താക്കും? അവർ മറ്റൊരു എന്താക്കും? നിഷേധിക്കാൻ നിൽക്കും. അതിന് ചികിത്സ അടിയല്ലാണ്ട് വേറെ വരുന്നില്ല. അവരുടെ മനസ്സിലുണ്ടാവും. അബൂജഹൽ പറഞ്ഞിട്ടാ ഞാനിങ്ങനെ ആക്കിയത്, എനിക്കല്ലെങ്കിൽ തന്നെ വിശ്വാസമായിരുന്നു. അപ്പൊ ആ വഴിപ്പെടലിനെയും വേറെ എന്തുകൊണ്ട് ചിത്താലേ നടക്കൂല. അപ്പൊ ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ് ലാ ഇക്റാഹന്റെ തെളിവ് പോലെയായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ഗയ്യിൽ നിന്ന് റുശ്ദ് വേറുപെട്ടിട്ട് വളരെ വ്യക്തമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സൂര്യൻ ഉച്ചരിക്കുന്നു എന്നൊരാളെ മുമ്പിൽ സമർത്ഥിക്കാൻ വേണ്ടി ഇക്റാഹിന്റെ ആവശ്യം വരുന്നില്ല. അതെന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിലല്ലേ. അതന്നെ ബുദ്ധിക്ക് നിർബന്ധിച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് എന്തായില്ല,
അവൻ്റെ മനസ്സിൽ അലിഞ്ഞു ചേരുന്നില്ലെങ്കിൽ ഈമാനിയാകുന്നില്ലല്ലോ. വഫുസ്സിറൽ ഈമാനും ബിത്തസ്ദീഖ് എന്നല്ലേ പറഞ്ഞു. തസ്ദീഖ് എന്നാണ് ഈമാനിൻ്റെ പേര്. തസ്ദീഖ് ഇല്ലാണ്ട് ഓൻ പറഞ്ഞതിൻ്റെ വകയിൽ എത്ര വരെ തഖ്ലീദ് തന്നെ പറ്റൂല എന്നല്ലേ പറഞ്ഞു. ഇനി ആയത്തിൻ്റെ സബബുൻ നുസൂലാ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ നസലത് ഹാദിഹിൽ ആയത്തു ഫീ അഹ്ലിൽ കിതാബി മിനൽ യഹൂദി വന്നസാറ. യഹൂദികളാലും നസാറാക്കളുമല്ല അഹ്ലുൽ കിതാബിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഫഇന്നഹും ഹുമുല്ലദീന തുഖ്ബല മിൻഹുൽ ജിസിയ. അവരുടെ പക്കൽ നിന്നാണ് ജിസിയ സ്വീകരിച്ചിട്ട് ഉറങ്ങനെ ഇഞ്ഞൂടിക്കോട്ടെ നോക്കരുത്. വലാ യുക്റഹൂന അലൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ മേൽ ഓരോ നിർബന്ധിക്കില്ല. ഓരോ വലയിക്കോട്ടെ. ലൈസക മുശ്രിക്കിൽ അറബി. മുശ്രിക്കുകളെ പോലെയല്ല. ഫഇന്നഹു ലാ യുഖ്ബലു മിൻഹും ഇല്ല സൈഫ് അബൽ ഇസ്ലാം. ഒന്നെങ്കിൽ സൈഫ് അല്ലെങ്കിൽ ഇസ്ലാം. വലാ തുഖ്ബലു മിൻഹുൽ ജിസിയ. ജിസിയ സ്വീകരിക്കപ്പെടില്ല. ലിഖൗലിഹി തആല തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ. അത് വേറൊരായത്ത്. തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ. ഒന്നുകിൽ അവരോട് നിങ്ങൾ ഖിതാല ചെയ്യണം, അല്ലെങ്കിൽ ഇസ്ലാമാകണം. വൽ മാന ലാ ഇജ്ബാറ ഫിദ്ദീൻ. ദീനിൽ ഇജ്ബാറിന്റെ വിഷയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ദീനിന്റെ ഘടകം ബഹുലി വെച്ചാൽ എന്താപ്പം ഉണ്ടാകല്? അക്കായത് കൽബിൽ കിടക്കേണ്ട വിശ്വാസമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അമാല്, മറ്റൊന്ന് അഖ്ലാഖ്. അതിനോടെല്ലാം തീർന്നില്ലേ? എല്ലാ ഓരോ അറിഞ്ഞിട്ടും സ്വീകരിക്കാത്തോണ്ടല്ലോ. അറിഞ്ഞിട്ടും സ്വീകരിക്കാതെ തമറുദ്ദിന് പിന്നെ വേറെ വരുന്നില്ലല്ലോ. വൽമാന ലാ ഇജ്ബാറ ഫിദ്ദീൻ. ഇതുകൊണ്ട് ലിഅന്ന മിൻ ഹഖിൽ ആഖിൽ. അതാ ഞാൻ പറഞ്ഞെങ്കിൽ ഇതെന്ന ആഖിലിന്റെ ഹക്കിൽപ്പെട്ടതാണ് അല്ലാ യഹ്താജ ഇല തക്ലീഫി വൽ ഇൽസാം. തക്ലീഫ് ഇൽസാമിലേക്ക് ഒരു ആവശ്യം വരൂല. ശരിയായ അക്കലാണെങ്കിൽ ഈ അക്കലിന് എന്താക്കും? ഒന്നുകിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അക്കലിന് വേറൊരാൾ വായ്പ കൊടുത്തിട്ടുണ്ടാകും. അതിന് അക്കൽ ഇങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം നഷ്ടപ്പെടലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകില്ല. നല്ല ശമ്പളം തരാമെന്ന് പറയും, നീ ഇതുപോലെ പറഞ്ഞാൽ മതി. അപ്പോൾ നല്ല ശമ്പളം നഷ്ടപ്പെടില്ലേ? ഹക്ക. ആക്കിലാണെങ്കിൽ ഹക്കായ ദീനിനെ അയാൾ തിരഞ്ഞെടുത്ത് കൊള്ളും എന്നാ പറഞ്ഞത്. മിൻ ഗൈരി തറദ്ദുറിൻ വതലഅസുബിൻ. ഒരു പിന്നോട്ടടിക്കലോ തറദ്ദുറോ ഇല്ലാതെ കണ്ടെന്താക്കും. എന്തുകൊണ്ടല്ലേ? വുളൂഹിൽ ഹുജ്ജ. അതാ അതിനാവശ്യമായ വ്യക്തമായ തെളിവുകൾ ഇവിടെ സ്പഷ്ടമായി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് 9 1 10 എന്ന കത്തയാണെങ്കിൽ 10 ഇതാണ്. 9 + 1 10 ആണെന്ന് സമ്മതിക്കാൻ എന്ത് വേണ്ട? അടിയും കുത്തുന്ന ആവശ്യമില്ല. പിന്നെ ആക്കി എന്നാലോ അതോട്ടാകുകയും ചെയ്യില്ല. അൽ മുറാദു ബിഹി ഹാഹുന. ഇത് റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഹാഹുന, അത് മറ്റൊരു സ്ഥലത്ത് റുഷ്ദിന് വേറെ മാനാണോ? ഫൈൻ ആനസ്തം റുഷ്ദൻ, അതിന് ഹാഹുന എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് റുഷ്ദ് എന്ന് വന്ന ഒരർത്ഥമാണെങ്കിൽ മറ്റൊരു സ്ഥലത്തും അതിനല്ലേ നാനാർത്ഥം എന്ന് പറയുന്നത്. ഒരു കലിമത്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരർത്ഥം കുറിക്കുമെങ്കിൽ മറ്റൊരു അവസരത്തിൽ മറ്റൊരർത്ഥം കുറിക്കും. ഉത്തരം എന്ന് എഴുതിയൊക്കെട്ടെ. ഉത്തരം എന്ന് പറഞ്ഞാൽ ജീവന്റെ ഓഫീസിൽ പോയാൽ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ, സൗത്താണ് നോർത്തും. നോർത്തല്ലേ? പരീക്ഷ ഹാളിലെത്തിയാൽ ആൻസർ അത്. അതാണ് ഹാഹുന എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? വൈൻ ആനസ്തും മിൻഹും റുഷ്ദൻ. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഇവൻ ഇളാറ്റുൽ മാലില്ല, അതുപോലെ തന്നെ വേണ്ടത്തിൽ കൊടുക്കാണ്ട് ബുഹറും കാട്ടുന്നില്ല, നല്ല നിലയ്ക്ക് ഒപ്പിച്ച് കണക്കെല്ലാം വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കണ്ടാൽ വലിയ അമ്പാലം ഓർക്ക് പൈസ ഏൽപ്പിക്കാന്നല്ലോ, റഷീദായി. ആ റുഷദല്ല ഇവിടെ പറഞ്ഞു വേന പിന്നില്ല. അതായത് ഹാഹുന എന്ന് കൈത് കൊടുക്കുന്നതിന് റുഷദ് എന്നുള്ളത് മറ്റൊരു ശബ്ദത്തും മറ്റൊരർത്ഥം വരും. അൽ ഈമാനുൽ മൂസിലു ഇല സഅദത്തിൽ അബദിയ്യ. കാലാകാലം നേടുന്ന സഅദത്തിലേക്ക് ചേർക്കുന്ന തരത്തിലുള്ള ഈമാനാണ് ഇത് അർ റുഷ്ദ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അതാണ് ഹക്കുൽ യഖീനായ ഈമാനം ശരിക്കും പറഞ്ഞാൽ. ഷഹാദത്തുൽ അബദിയ കിട്ടണമെങ്കിൽ ഹക്കുൽ യഖീനാണ്. അതേപക്ഷെ നിഫാഖാണെങ്കിൽ തൽക്കാലം എന്താക്കും, ഇവിടുന്ന് രക്ഷപ്പെടാം, പക്ഷെ ആഖിറത്തിൽ രക്ഷപ്പെടും. ഇത് തഖദ്ദമ ദിക്റുദ്ദീൻ, കാരണം തൊട്ട മുമ്പ് ദീന് എന്ന് സംസാരിച്ചു പോയിട്ടുണ്ട്. അതാണ് എൻ്റെ സാഹചര്യം. ലാ ഇക്റാഹ ഫിദ്ദീൻ. അപ്പൊ ദീനാകുന്ന ആ കാര്യം, അതിന്റെ തിയറികൾ എല്ലാം എന്താക്കിയിട്ടുണ്ട്, വെളിവായിട്ടുണ്ട് എന്നായി. റുസുദിന് മറ്റൊരു മാനം ഞാൻ പറഞ്ഞില്ലേ, വലാ തുഅ്തു സുഫഹാ അംവാലക്കും. പൈസക്ക് ഒരു മൂല്യമുണ്ട്, സമ്പത്തിന്. അത് കണ്ടമാന സുഫഹാക്കൾക്കോ ഭ്രാന്തന്മാർക്കോ ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഇന്നെന്താക്കും, അത് അനാവശ്യം ചെയ്യും. അത് പടക്കം പൊട്ടിക്കാനോ ഇതാക്കാനോ ഉപയോഗിച്ചിട്ട് അത് റഷീദാന്ന് പറയും. റുഷദ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ എന്താക്കാം, പൈസ ഏൽപ്പിക്കാം. റുഷദ് ബോധ്യപ്പെടാൻ ഇങ്ങനെ ചെറിയ ചെറിയ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും ഇടപാട് നടത്തി നോക്കുക. ഇത് കൃത്യമായ അതിൻ്റെ എന്താ കണക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ഒന്നും ഇലാത്താകുന്നില്ല, വേണമെങ്കിലും ബഹുർ വരുന്നില്ല. അതോടൊപ്പം തന്നെ ഇഫ്രാത്തും തഫരീത്തും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടാൽ അവർക്ക് സ്വന്തമായി ഏൽപ്പിച്ചോ. ഇനി മിനൽ ഗയ്യി, അപ്പൊ റുസുദ് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ റുസുദിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഗയ്യി. അപ്പൊ എന്താക്കും, മിനൽ കുഫ്രി. അപ്പുറം ഈമാൻ എന്ന് പറയുമ്പോൾ ഇപ്പുറം കുഫറല്ലേ. അൽ മുഅദ്ദി ഇല ശഖാവത്തി സർമദിയ, കാലകാലമുള്ള ശഖാവത്തിലേക്ക് ചേർക്കുന്ന തരത്തിലുള്ള കുഫറിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, റുസുദ് വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിക്റാഹാക്കിയിട്ട് ചേർത്തിട്ട് അളക്കൊട്ടുന്ന പരിപാടിയൊന്നും ഇടില്ല. ബോധ്യപ്പെടുക, ബോധ്യപ്പെട്ടെങ്കിൽ എടുക്കുക. അപ്പൊ എല്ലാം ബോധ്യപ്പെട്ടാലും പറയും പക്ഷേ എന്ന് പറയും, പിന്നിൽ നിന്ന് കൊളർ പിടിച്ച് വലിക്കുന്ന സംഘടനക്കാരുണ്ടാകും, ഓരോ പാർട്ടി ഉണ്ടാകും. സംഗതി അതാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് വേണം, താകൂത്തിനെ കൊണ്ട് അവിശ്വസിക്കണം. എന്താ താകൂത്ത് പറയും, കഞ്ഞിമലയെല്ലാം എന്തുപെട്ട് താകൂത്തിൽപ്പെട്ടു. അത് അഹുബ കൊല്ലുമാ ഒബിതമിന്തോനില്ല, അള്ളാഹുവിനെ കൂടാതെ ഇലാഹാക്കി വെക്കപ്പെടുന്ന എന്തെല്ലാം സാധനം ഉണ്ട്, അതാണ് താകൂത്ത്. അതുകൊണ്ട് അവിടെ കുഫർ വേണം, അതിനെല്ലാം അവഗണിക്കണം. എന്നിട്ടോ മിമ്മാഹുവ താഗിൻ വ മുതമരിദ്, എന്തിനാൽ താഗിയുണ്ടെന്ന് വെച്ചാൽ മനുഷ്യരെ പഴപ്പിക്കുന്നതും മുതമരിദുമായ കൽഇൻസി വൽ ജിന്നി വശയാത്തീനി ഗൈരിഹിം, ഇൻസാട്ടെ ജിന്നാവട്ടെ ഷയാത്താനോട്ടെ ഗൈറാട്ടെ, മനുഷ്യനെ പഴപ്പിക്കുന്ന എന്ത് സാധനം എല്ലാം താകൂത്താണ്. ഇതിനാണ്. അപ്പൊ ഇവിടെ എന്താക്കി, വൽ കുഫ്റു ബിഹി. അപ്പൊ താകൂത്ത് കൊണ്ട് കുഫ്ർ വേണം എന്ന് പറഞ്ഞ ചേർത്തുന്ന അതിനർത്ഥം ഇബാറത്തുൻ അനിൽ കുഫ്രി ബിസ്തിഹ്ഖാഖിൽ ഇബാദ, ഇബാദത്തിന് അവർക്ക് അർഹതയുണ്ട് എന്ന കാര്യം കൊണ്ട് കഫറാവുക. അപ്പൊ എന്താണോ അർഹതയില്ലാന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിനൊരു തൗഹീറുമില്ല, എന്നാൽ അത് സ്ഥാപിക്കപ്പെട്ടിട്ടുമില്ല. ആരോ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഏറ്റുപാടുക എന്ന് മാത്രമല്ല ഉണ്ടായിരുന്നു. ഇത് എവിടെ ഇങ്ങനെ വജൂദുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ കിതാബും ഹദീസും കൊണ്ട് ഞാൻ തെളിയിക്കുന്നു പറഞ്ഞാൽ ഇന്നും കിതാബ് കൊണ്ടാട്ടില്ല, ഹദീസും കൊണ്ടാകുന്നില്ല. അതിനുണ്ടെങ്കിൽ തന്നെ എന്താക്കും, അനിസ്ലാമികമായ ഇത് വളച്ചൊടിച്ചിട്ട് എന്താക്കണം, ഹക്കിനെ കുഫറാക്കി വളച്ചൊടിച്ചുകൊണ്ടേണ്ടി വരും. അപ്പൊ തിരിഞ്ഞാ എന്നിട്ടോ വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇയാൾ ചെയ്ത പണിയുന്നുണ്ട്, താകൂത്തിനെല്ലാം തള്ളി പറഞ്ഞു. രണ്ട് കലിമത്തല്ലേ, ഒന്ന് തൗഹീദ് ഉണ്ടാകും, തസ്ദീഖുർ റസൂൽ ഉണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ചോദിക്കും ബില്ലാഹി എന്നല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ബില്ലാഹി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ബില്ലാഹി ഈമാൻ കാര്യം ബാക്കി 5 ആഡ് ചെയ്തോ. ചിലപ്പോ എന്താകും ആമന ബില്ലാഹി എന്നിട്ട് ഒറ്റ വാർത്ത 2 തർഫാനിയുണ്ട്. ആമന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ 2 തർഫുണ്ട്. 2 തർഫ രാവും പകലും എനിക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ ടൈമാണ്. എ ടു സെറ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ ശൂന്യം എന്നല്ല, മുഴുവൻ ടൈമെന്ന് അർത്ഥം. ഇതുപോലെ ബില്ലാഹി പറഞ്ഞെന്താണ്, ബിത്തൗഹീദ് അല്ലേ. അപ്പൊ നിങ്ങൾ തസ്ദീഖുർ റസൂൽ എന്തിനു കൂട്ടി, ഇനി അതിന്റെ ബാക്കിയും വരുമോ? അത് പറയുന്നുണ്ട്, അന്നൽ കുഫ്റ ബിൽ അംബിയാഇ വൽ കുതുബി
അള്ളാഹുവിൻ അമ്പിയാക്കളെ കൊണ്ട് കുഫറായി, കിതാബ് കൊണ്ട് കഫറായി, ബാക്കി കാര്യങ്ങൾ കഫറായാൽ യംന ഹഖീഖത്തൽ ഈമാൻ ബില്ല, അള്ളാഹിനെ കൊണ്ടുള്ള ഈമാന്റെ ഹഖീഖത്ത് തടഞ്ഞില്ലേ? അപ്പൊ എന്തിന് തലീലെന്ന് നിങ്ങൾ ബില്ലാഹിന്റെ കൂടെ തസ്ദീഖുർ റസൂൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഓടിനാമോ ഈ കെലിമത്തിലുള്ള കെട്ടും കണിയെല്ലാം തീരണോ? അള്ളാഹു പറഞ്ഞു വൈവമില്ല, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യം നിങ്ങൾ എന്തിനു കൂട്ടിച്ചേർത്ത്? അതാ ബാക്കിയെല്ലാം മലായിക്കത്തി വകുതുബിഹി വറുസുലിഹി എന്തെങ്കിലും നിഷേധിച്ചാൽ ഉണ്ടാവും ബില്ലാഹി കൊണ്ടുള്ള ഈമാന്റെ ഹഖീഖത്തിൽ എത്തൂല. ഇനി മറ്റൊരു കാര്യം, യക്ഫുർ ആദ്യം മുന്തിക്കുകയും യുമിൻ രണ്ടാമത് ബന്ധിക്കുകയും ചെയ്തു. നമുക്കതാ അപ്പൊ എന്താണ്, ആദ്യമുള്ള കാട്ടവും പൊടിയും വാസ്തു എല്ലാം കിടന്ന് ഇറങ്ങിപ്പോണം. പോയിട്ടാടെ സ്ഥലം വൃത്തിയാക്കിയിട്ട് വേണം എന്താക്കാൻ, ബാക്കി ഫിറ്റ് ചെയ്യാന്. അപ്പൊ തഹ്ലിയത്തിനെ മുന്തിച്ചതാണ്. യക്ഫുർ അതെല്ലാം അടിച്ചുപാറി പുറത്ത് ചാട്ടറാന്ന് പറഞ്ഞു. താവൂത്തെല്ലാം പോട്ടെ. താവൂത്ത് കൊണ്ടുള്ള കുഫറിനെ മുന്തിച്ചു അലൽ ഈമാനി ബിഹി സുബ്ഹാനഹു വ തആല, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നതിന്റെ മുമ്പായിട്ട് ഒയമ്മി കണ്ടാ അതിൽ തവഖുഫിഹി അലൈഹി, അങ്ങനെ തവഖുഫുണ്ടേത്. താവൂത്ത് കൊണ്ടുള്ള കുഫർ കളഞ്ഞാലേ അല്ലാഹ് ഈമാനോട് ശരിക്കും കയറും. അല്ലെങ്കിൽ എന്താക്കും, അവിടെ സ്ഥലമില്ല എന്നിട്ട് തിരിഞ്ഞിരിക്കും, അങ്ങോട്ട് കയറി കിട്ടൂല. അതുകൊണ്ട് ഫഇന്ന തഖ്ലിയത മുതഖദ്ദിമത്തുൻ അല തഹ്ലിയ, തഖ്ലിയത്താണ് വേണ്ടാത്ത കാലം ഒഴിവാക്കുക. താവൂത്തും അതും ഇതെല്ലാം കൊണ്ട് പോട്ടെ, വാസുദേവനും പോട്ടെ. അതെ അതെ, റബ്ബർ കൊണ്ട് മായ്ച്ചിട്ട് വേണം അങ്ങനെയെല്ലാം കെടിയിറക്കാൻ. സാധാരണ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടല്ലേ പായും പാടെല്ലാം പിടിക്കല്. അപ്പൊ അത് മനസ്സിലായില്ലോ. ആ വ്യക്തി മുറുകെ പിടിച്ചിട്ടുണ്ട് പൊട്ടാത്ത കയറ്. ഉറവത്തിൽ ഏറ്റവും ഉറപ്പുള്ളൊരു കയറാണ് പിടിച്ചിട്ടുണ്ട്. ഇനി അയാൾ വീണു പോകില്ല, അബദ്ധത്തിനില്ല. അത് ബാലകാഫിത്തമസ്സുക്കി, അത് ഇസ്തംസക്ക, മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ അയാൾ നല്ലോണം ശക്തി കൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് പിടിക്കല്? ബിൽ ഹൽക്കത്തിൽ വക്കീദ, വലിച്ചാലും എന്താക്കിയാലും പൊട്ടാത്ത കയറെന്താക്കി മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇനി അയാൾ എന്താക്കുക, കാറ്റ് വെള്ളം തൂങ്ങിയാൽ തന്നെ അയാൾ നിൽക്കും. വഉറുവത്തുൽ ജിസ്മി അസഖീൽ, ഭാരമേറിയ ഒരു സാധനത്തിന്റെ ഉറുവ എന്ന് പറയും. വിറകെല്ലാം കൊണ്ടുപോകുന്നില്ലേ? പക്ഷെ ഇപ്പം കൊണ്ടുപോകുന്ന പറയുന്ന ഉറുവത്തിൽ മുസ്ക് ഉണ്ടോന്ന് പറയാനില്ല. അട്ടിക്ക് വെച്ചിട്ട് ചൂടിക്കാനുണ്ടെങ്കിൽ വലിയല്ല, വണ്ടി ആക്കാൻ അതുകൊണ്ടാണ് പള്ളക്കെ ഇവിടുന്ന് പോണ്ടെന്ന് പറയുന്നത്. ആ വലിയ ആകാശം മുട്ട ലോഡും വഹിച്ചിട്ട് കൊണ്ടിരിക്കുന്നതാണ്. അത് കട്ടിലാന്ന് ചൂടിക്കാറുണ്ട്. അതിനെന്താ ഉറപ്പുള്ളത്? 1 ഇഞ്ച് മണ്ണുള്ള ചൂടിക്കാരുണ്ട്. കെട്ടി എത്ര വലിയ കുട്ട നിന്നാ, അങ്ങനെ എത്ര കുട്ടകള്. ഒരു വിശ്വാസം വല്ലങ്ങ് പോവുകയെന്ന്. അള്ളാഹ് ഹഫീദ് എന്നുള്ള ഇസ്മ കൊണ്ട് തജല്ലി ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയെന്ന്, വേറൊന്നുമില്ല. അപ്പൊ സഖീലായ ജിസ്മിന്റെ ഉറുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അൽ മൗളിഉ അല്ലദീ യതഅല്ലഖു ബിഹി, ഒരു മൗളിആണ്. അത് ബന്ധപ്പെട്ടത് ആര് ഇതിനെ വഹിക്കുന്ന ഒരു മനുഷ്യൻ പിടിച്ചിട്ട് അത് മുഴുവൻ കൈക്കലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കിട്ടുന്ന അതാണ് അതിന് ഉറുവാന്ന് പറയുന്നത്. അതായത് ഈ സാധനം മുഴുവൻ നമ്മളെ കൈമ കിട്ടണമെങ്കിൽ പിടിക്കാനുള്ള ഒരു കണ്ണി ഉണ്ടാവും. ആ മിലാക്ക് എന്ന് പറഞ്ഞു ആ വസ്തുവിനെ കൊണ്ട് പിടിക്കുകയോ വഹിക്കുകയോ ചെയ്യുന്ന ഒരാളെ എന്തുമ്മ പിടിക്കണം, അങ്ങനത്തെ ഒരു മൗലിയാണ് ഇത് ഉറുവ. ഇനി വുസ്ക എന്ന് പറഞ്ഞാൽ എന്താ? ഔസക്ക് വുസ്ക, ഔസക്ക് എന്നാണ് ഏറ്റവും ഉറപ്പുള്ളത്. അതാ തഅനീസുൽ ഔസഖി, ഔസഖിന്റെ മുഅന്നസാണ് ഇത് വുസ്ക, ഇസ്മു തഖ്ലീലി. ഇതുപോലെ ഫുളല തഅനീസുൽ അഫ്ളൽ, അഫ്ളലിന്റെ മുഅന്നസായിട്ട് ഫുളല എന്ന് പറയും പോലെ. അക്ബറിന്റെ മുഅന്നസായിട്ട് എന്താ പറയും? കുബ്ര എന്ന് പറയും. അഹ്സനിന്റെ മുഅന്നസായിട്ട് ഹുസ്ന എന്ന് പറയും. ഉൽജ, ഉലാം ജമ്മ ഇല്ല. അഹ്ലാന്റെ ജമ്മ, അഹ്ലാന്റെ മുഅന്നസ് ഉൽജ, ഉൽജാന്റെ ജമ്മ ഉല. അപ്പൊ ഉറുവത്ത് മുഅന്നസായിട്ടാണോ പ്രയോഗം?
അപ്പൊ ഒരിക്കലും പിടിച്ചാലും കിട്ടാത്ത ഒരു ഉറവൻ അവൻ രണ്ട് വസ്തുവാണ്. ഒന്ന്, ആ കിട്ടേണ്ട വസ്തുവിന്റെ മർമ്മപ്രധാനമായ ഭാഗത്താ പിടികൂടിയത്. അപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് പോവില്ല. അപ്പൊ ഓടുന്ന ആളെ അരക്കെട്ട് പിടിച്ചാൽ അയാൾ രക്ഷപ്പെടാൻ കഴിയില്ല. ആ വെള്ളത്തിൽ മുങ്ങുന്ന ആളെ പോലെ. അതോടെ തന്നെ വലിച്ചാലോ പൊട്ടൂല്ല. അതൊരു മിസാലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു അപകടത്തിലേക്ക് കാലം എഴുതിയിട്ടോ മറ്റോ വീഴുന്ന ആളെന്താക്കും, പിടിച്ച് അവിടെ നിന്നിട്ട് നൃത്തം പഠിച്ച്. അതാ അതിന് വ്യവസ്ഥ എന്ന് പറഞ്ഞതിന്റെ വസ്തു ഒന്നും കൂടെ വസ്തുമലഹ, അതിനിതില്ല, പിരിയച്ചു പോക്കില്ല. അതായത് ഫസമ് കസമ് വേറെയല്ല. കസമില്ല, കാഫും സ്വാദും മീമ എഴുതിയ കസമ, അത് അറ്റുപോണം. ബുർദയിലെ വലൻ തറാ മിൻ വലിയ്യിൻ ഗൈരി മുൻതസിരിൻ ബിഹി വലാ മിൻ അദുവിൻ ഗൈരി മുൻഖസിമി. അവിടെ ഫാഗല്ല, കാഫാണ്. ഏതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും തങ്ങളെ വലിയാക്കി വെച്ചും ഒരാളെ നീ കാണൂല. എന്താണ് വലൻ ഗൈറ മുൻതസിരിൻ, അള്ളാഹിന്റെ പക്കൽ നിന്ന് സഹായം ലഭിക്കപ്പെടാത്ത ഒരു വലിയനെയും എനിക്ക് കാണൂല. ബിഹി വലാ മിൻ അദുവിൻ, അദുവിനെയും കാണൂല. ഗൈറ മുൻഖസിമി, അറ്റുപോയത്, മുറിച്ച് വേറുപെട്ട് പോയി. അവിടെ കണ്ടാ മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി എന്നാണ് അവിടെ പാകം, കാഫല്ല. മുറുകന്റെ നമുക്ക് അങ്ങനെയുണ്ട്. എന്നുവെച്ചാലോ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി, പിരിയയ്യൂല, അറ്റിട്ടില്ല. അപ്പൊ പിരിയയ്യൂല്ലെങ്കിൽ അറ്റുപോ കിട്ടൂലല്ലോ. അറ്റുപോയാ പിരിയയ്യും. അപ്പൊ ഏതാ അഖസ്? മുൻഖസിമ് എന്നുള്ളത് അഖസ്സാണ്, മുൻഫസിമ് ആമ്മാണ്. ഓടുന്ന കാരണം ഒരു സാധനം പറ്റ വേറുപെട്ട് പോയാൽ പിരിയേറ്റും കഴിഞ്ഞല്ലോ, രണ്ടും രണ്ടായി. ഇൻഫിസാമ് വന്നത് കൊണ്ടൊന്നില്ല, ഇൻകിസാമ് വന്നോളന്നില്ല, പിരി ലൂസാവും. അപ്പൊ ഇൻഫിസാം ഇല്ല എന്ന് പറയുമ്പോൾ അത് മുറിഞ്ഞ് വേറുപെട്ട് പോക്ക് ഒട്ടുമില്ല എന്ന് വരും. അപ്പൊ ബുർദന്റെ ലബത്തങ്ങനെയല്ല, ഫാവും കാഫും തമ്മിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അന ഖൈറും ഖാവും തമ്മിൽ എവിടെ? ഒമന്തു അൽസംതു അഫ്കാരി മദാഇഹഹു വജദ്തുഹു ലിഖലാസി. അതിനെപ്പുറം പറഞ്ഞ ഖൈറ മുൽതസിമി, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരായിട്ട് എത്തിച്ചിരിക്കുന്നു. ഖൈർ അവിടെ ഖാനസ്ഥാനത്ത് ഖൈറാന്ന് പച്ചടിയിലുണ്ടാകുന്നു. അപ്പൊ ഏറ്റെടുത്തിട്ടേ ഇല്ല, ഞാനെടുത്ത് വെറുതെ പണിയെടുക്കുന്ന ഒരു നേട്ടം കിട്ടിയിട്ടില്ല എന്ന് അർത്ഥം കിട്ടി. നേരത്തിൽ ഞാൻ കുറെ മദ്ഹ് ചൊല്ലി, മദ്ഹിനെ എൻ്റെ ബുദ്ധിയിലേക്ക് വിട്ടുകൊടുത്തപ്പം തന്നെ എന്താക്കി, എന്നെ രക്ഷപ്പെടുത്താനുള്ള ഖൈറായ മുൽതസിമായിട്ട് എനിക്ക് തങ്ങളെ കിട്ടിയിട്ടുണ്ടെന്നാ പറയും. അവിടെ എന്തുകൊണ്ട് ഖൈറല്ല, ഖൈർ. പാടുമ്പോ ഒന്നും നോക്കണ്ടത് അങ്ങ് മച്ച് മാട്ട് തന്നെ കൊട്ടു തന്നെ. മനസ്സിലായിനാ? ഇൻഫിസാം ഐ ലൻഖിതാഅ വഹുവ ഇസ്തിനാഫുൻ ലിബയാനി ഖുവ്വതി ദലായിലിൽ ഹഖ്. ഇൻഫിസാം ഇല്ല എന്ന് പറയുമ്പോൾ ഉറബത്തുൽ മുസ്ത എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി, കാര്യം ഉറപ്പുണ്ടെന്ന് കിട്ടിയില്ലേ? പിന്നെ എന്തിനാണ് ഇൻഫിസാം അലഹ പറയുന്നത്? അത് ആ ഹക്കിന്റെ ദലീലുകൾ വളരെയധികം ശക്തി കൂടിയിട്ടുണ്ട്. അയാളെ മുറുകെ പിടിച്ച, അപ്പൊ മാനവീയാണ് ഈ സംഗതി, പിടിക്കാനുള്ള കയറിയില്ല. അത്രയും ഉറപ്പുള്ള കുവ്വത്തുള്ള ദലീലുകളാണ് എന്ന് വരുത്താൻ വേണ്ടി ഒന്നും കൂടെ ശക്തി കൂട്ടിയതാണ് ഇത് ലംഫിസാമലഹ എന്ന് ആവർത്തിച്ചത്. ബിഹൈസു ലാ യഅ്തരിഹാ ശൈഉൻ മിന ശുബഹി വശുകൂക്. അപ്പൊ ശുബ്ഹത്തുകളോ ശക്കുകളോ ആ ദലീലുകൾക്ക് ബാധിക്കുകയില്ല എന്ന് വരുത്താൻ വേണ്ടി ഒന്നും കൂടെ ആവർത്തിച്ചത് അതാണ് ലംഫിസാമലഹ. എന്തുകൊണ്ട്? ഫഇന്നൽ ഉർവത്തൽ വുസ്ഖ ഇസ്തിആറത്തുൽ മഹ്സൂസ് ലിൽ മഅഖൂൽ. മഅഖൂലായ കാര്യം ഉണ്ടല്ലോ, അതിനെന്താക്കി ഉറപ്പുള്ള വലിയ കമ്പക്കാരനോട് എന്താക്കി ഭമിച്ചു. ഇതാരെങ്കിലും മൃഗം പിടിച്ചാൽ ഇതില്ല, പൊട്ടലില്ല. അപ്പൊ മഹ്സൂസിനോട് ഭമിച്ചിട്ട് ഇസ്തിആറത്ത് ചെയ്താണ്. മഅഖൂലിന് വേണ്ടി മഹ്സൂസിനെ ഇസ്തിആറത്താക്കി.
മഹസൂസ നോക്കിയാൽ കാണുന്ന സാധനം. മാക്കൂല് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണൂല, ബുദ്ധിയിൽ മാത്രമുണ്ട്. അങ്ങനെ ഓമിക്കലുണ്ടല്ല. 5 നേരം ഒരാൾ പുഴയിൽ കഴിഞ്ഞ് കുളിച്ചാൽ കച്ചട ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാ പിന്നെ 5 നേരം നിസ്കാരം അങ്ങനെയാണെന്ന്. ഇവിടെ എന്താന്ന് 5 നേരത്തെ നമസ്കാരം കൊണ്ട് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, കഴുകപ്പെടുന്നുണ്ട് എന്നുള്ളത് മാക്കൂലാണ്. ആ മാക്കൂലിനെ വെളിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മഹസൂസിനെ പുഴയിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്ന ആളോട് ഓമിച്ചു. ഈ ശൈത്യകാലത്ത് ഇല കൊടിയുന്ന സമയത്ത് ഒരു കൊമ്പെടുത്തിട്ടൊന്ന് ഇങ്ങനെ കുലുക്കി, എല്ലാം മുഴുവനും കൊഴിഞ്ഞു പോണു. ഏതായത് മഹസൂസാണ്. ഇതുപോലെയാണ് ഒരാളെന്താക്കി നിസ്കാരത്തിന് റുക്കുവും ചെയ്ത് സുജൂദും ചെയ്ത് അവൻ തടിയിൽ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് ആടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടായി. മഹക്കൂലിന് മഹസൂസിന് ഉദാഹരണപ്പെട്ടു. അതന്നെ ഇവിടെ നടന്നത്. ഈ ദീനിനെ മുറുകെ പിടിക്കാനുള്ള ഉദ്ദേശിച്ചാൽ അതിനുള്ള ദലീലുകളുണ്ട്. ഓരോ മസാലക്കും ദലീലുണ്ട്, ഓരോ അഖീദന്റെ കാനൂനിനും എന്തുണ്ട്? ദലീലുകളുണ്ട്. അദ്ദാലത്തി അലൈഹി, അതിന് മേൽ അറിയിക്കുന്ന ആ ദലീലാണ് ആകെ പിടിക്കേണ്ടത്. ദലീല് പിടിച്ചു കഴിഞ്ഞാൽ എന്തായി? വലിയ കാര്യം കിട്ടി, എഴുതി ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല. വലമ്മാ കാനത്ത് ദലായിലുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ദലീലുകളായപ്പോൾ അക്ബദ്ദലായിൽ, ദലീലിൽ നിന്ന് ഏറ്റവും ശക്തി കൂടിയതും വളരെ വ്യക്തമായതും ആയപ്പോൾ വസഫഹ അല്ലാഹു തആല, അല്ലാഹു തആല അതിനെ വസ്ഫ് പറഞ്ഞു. ഇതിനോട് പൊട്ടാത്ത കാര്യം തംസീലാക്കിയിട്ട് ഇസ്തിആറത്ത് ഇവിടെ ബാങ്കിൽ പോയിട്ട് കടമെടുക്കുന്നല്ലേ. എന്താ ഇസ്തിആറത്ത്? കടം വാങ്ങല്. അതായത് ഒരു സാധനത്തിന് മറ്റൊരു സാധനോട് ആദ്യം തശ്ബീഹാക്കുന്നത് പോലെയാണ്. തശ്ബീഹ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഇതുപോലെയാണ്, ഇത് ഇതുപോലെയാണെന്ന് പറയുമ്പോൾ വർത്താനൊന്നുണ്ട്. പിന്നെന്താക്കുന്നറിയോ? ആ സാധനം എടുത്ത് വെക്കും. അപ്പൊ ഈ സാധനം കളഞ്ഞിട്ട് പകരം വെക്കലിനാണ് ഇത് ഇസ്തിആറത്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കലും അതും ഇസ്തിആറത്തിന് ഞാൻ നൽകാൻ പറയാം. അത് മറ്റൊരു ഇടപാട്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു തആല സമീആണ് ബിൽ അഖ്വാൽ എന്നുള്ളത് എന്താക്കി സാഹചര്യം നോക്കിയിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ സമീഇന്റെ മുതഅല്ലഖ് ഖൗല് മാത്രമല്ലല്ലോ. സമീഇന്റെയും ബസറിന്റെ മുതഅല്ലഖ് എന്താ? കുല്ലു മൗജൂദാണ്. അത് ഖൗലായാലും നിൽക്കല്ല, ഫിഅലായാലും നിൽക്കല്ല. അലീം ബിൽ അസായിമി വൽ അഖായിദ്, അതും സാഹചര്യം നോക്കി. അവനവന്റെ കൽബിലുള്ള അജായിം എന്തെല്ലാം ഉറച്ച വിശ്വാസങ്ങളുണ്ട്, അഖീദുണ്ട്. അതും യഅലമു ഗയ്യഹ വറുശദഹ, എന്നിട്ടോ ഈ അഖായിദിലുള്ള ഗയ്യ ഏതാണ്, റുശദ് ഏതാണ് എന്ന് അല്ലാഹു തആല അറിയും. വബാതിലിഹ വഹഖിഹ, ഹഖ് ഏതാണെന്ന് ബാതിൽ ഏതാണ്, അത് രണ്ടും ഒരേ അർത്ഥം തന്നെ. അവിടെ തീർന്നു. അല്ലാഹു വലിയുല്ലദീന ആമനൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വലിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? മുതവല്ലി ഉമൂരിഹിം, അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടക്കുന്നവനാണ്. ലാ യകിലുഹും ഇലാ ഗൈരിഹി, ഗൈറിലേക്ക് ഏൽപ്പിക്കുന്നതെല്ലാം. വഫൽ വലിയു, ഇനി വലിയ എന്നുള്ളത് ഭാഷാർത്ഥത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്തിനാ? മനുഷ്യന്മാർക്കും വലിയ എന്ന് പറയും, വലിയുള്ളാഹിന് അങ്ങോട്ടുള്ള അപ്പത്തേക്ക്. ഇവിടെ എന്താക്കി? അല്ലദീന ആമനൂന്റെ വലിയ അപ്പുറത്തേക്ക് അറിഞ്ഞിരിക്കും. വലിയനെ ഇലാഫത്ത് ചെയ്തതാ അല്ലദീന ആമനിലേക്കാണ്. ഇതേ വലിയ എന്താക്കും? അള്ളയിലേക്ക് ഇലാഫത്തിന്റെ വലിയുള്ളാഹി ഫുലാൻ. ഇനി പെണ്ണ് കെട്ടിക്കുന്ന നേരത്തെ ഒരു വലിയ വേണം, അവിടെ ഒരു വലിയുണ്ട്. ഫൽ വലിയു ഖദ് യകൂനു ബിഇതിബാരിൽ മഹബ്ബ, മഹബത്തിന്റെ ഏറ്റിബാറ് കൊണ്ട് വലിയ എന്ന് പറഞ്ഞു. വൻ നുസ്രത്തി, അതുപോലെ ശത്രുക്കൾക്കെതിരെ സഹായിക്കുന്നത് എന്ന അർത്ഥത്തിന് എന്താക്കും? വലിയ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു വലിയുല്ലദീന ആമനൂ എന്നത്തായി മുഅ്മിനീങ്ങളെ അള്ളാഹു തആല സ്നേഹിക്കുന്നു എന്നായി. മുഅ്മിനീങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ശത്രുക്കൾക്കെതിരെ അള്ളാഹുവിന് നസ്റുണ്ടായി എന്ന് പറഞ്ഞു. ഇനി വഖദ് യകൂനു ബിഇതിബാരി തദ്ബീരി വൽ അംർ, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന എന്ന ഏറ്റിബാറ് കൊണ്ടുവരും.
ഈ പെണ്ണിന്റെ വലിയാരാണ്. വലിയ എന്ന് പറഞ്ഞാൽ മംഗലവും പരിപാടിയൊക്കെ നടത്തിയിട്ട് ഒരു സൗജന്യം ഇണയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആയിരിക്കാണ് അല്ലേ? ഫയുഖാലു അസ്ഹാബിൽ വിലായത്തി, ഈ വിലായത്തുடைய ആളുകൾക്ക് പേരുണ്ട് വലിയുൻ. അവനാരാണ്? അതിന്റെ വലിയ. വൽ മഅന അന്നല്ലാഹ വലിയുല്ലദീന അറാദ ഈമാനഹും, ആരെല്ലാം മുഅ്മിനീങ്ങളാകണമെന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചോ അവൻ അക്കൂട്ടർക്കുള്ള വലിയാണ് അല്ലാഹു തആല. വസബത ഫീ ഇൽമിഹി അന്നഹും യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുമെന്ന് അല്ലാഹുവിന്റെ ഇൽമി സുബൂത്തായിട്ടുണ്ട്. അവരെല്ലാം വലിയാണ് അല്ലാഹു തആല. ഇനിയോ യുഖ്രിജുഹും മിനൽ ളുലുമാത്ത്, മറ്റൊന്ന് ളുലുമാത്തിൽ നിന്ന് അവരെ പുറപ്പെടുവിക്കും. അപ്പൊ ളുൽമത്തിന്റെ ജംആണ്, ബഹുവചനമാണ് ളുലുമാത്ത്. അപ്പൊ കുറെ ളുലുമാത്തിൽ നിന്ന് അവർ പുറത്തേടിക്കാനുണ്ട് കേട്ടാ. അല്ലത്തി ഹിയ ളുലുമാത്തുൽ കുഫ്രി, കുഫറിന്റെ ളുലുമാത്തുണ്ട്. വൽ മആസി, മഅസിയത്തിന്റെ ളുലുമാത്തുണ്ട്. വളുലുമാത്തി ശുബഹി, പല ശുബഹാത്തുകൾ മനുഷ്യക്കാരായിട്ട് സംശയങ്ങളുണ്ടല്ലോ, ശുക്കൂക്ക്. അപ്പൊ ഇവിടെ ളുലുമാത്ത് എന്തായി? കുറേ എണ്ണം വന്നു. എവിടത്തേക്ക്? ഇലന്നൂർ. ആ നൂറ് ഏകവചനാണ്, നൂറൊന്നേ ഉള്ളൂ, ഇലന്നൂർ. അപ്പൊ എവിടെ ളുലുമാത്തും നൂറും പറഞ്ഞോ? ളുലുമാത്ത് ജമ്മാക്കും നൂറ് ഏകവചനമാക്കും. അതായത് നൂറുൽ ഈമാൻ, നൂറുൽ ഈഖാൻ. ഈമാനിന്റെ നൂറ്, അത് പവർ കൂടി എന്തായി? ഈഖാനിന്റെ നൂറായി. ഐ യുഖ്രിജു ബിഹിദായതിഹി വതൗഫീഖിഹി. അവിടെ ഹും എന്ന് പറയുന്ന കൂട്ടത്തോടെ ഉറപ്പടിക്കുന്നതാണോ? അല്ല, കുല്ലുവാഹിലേക്ക് നോക്കിയിട്ടാ ഹും എന്ന് പറയുന്നത്. ആദ്യം തന്നെ അല്ലദീന ആമനു എന്ന് പറയുമ്പോൾ ബഹുവചനായിട്ട് അല്ലദീന ഉള്ളത്. അല്ല, ആമനു നോക്കി കാണാൻ അല്ലദീന എന്നുള്ളത് ബഹുവചനാണ്. യുഖ്രിജു ഹും എന്ന് പറയുമ്പോൾ അപ്പൊ കൂട്ടത്തോടെ ഉറപ്പടിക്കലാണ്. അല്ല, കുല്ലുവാഹിദിലേക്ക് ഹുക്മു പറഞ്ഞു. ഐ യുഖ്രിജു ബിഹിദായതിഹി വതൗഫീഖിഹി കുല്ല വാഹിദിൻ മിൻഹും. എന്തിൽ നിന്ന്? മിനൽ ളുൽമത്തില്ലത്തി വഖഅ ഫീഹാ, ഒരു ദുൽമത്തിൽ നിന്ന്. എങ്ങനത്തെ ദുൽമത്ത്? വഖഅ, ഈ വ്യക്തി പെട്ടിട്ടുണ്ട്. ഫീഹാ, അതിൽ. എന്തിലേക്ക് പുറപ്പെടുവിക്കും? ഇലാ മാ യുഖാബിലുഹാ മിനൻ നൂർ, ആ ദുൽമത്തിന്റെ ഓപ്പോസിറ്റ് വഹിക്കുന്നുണ്ട്, നൂറുണ്ട്. അടുത്തേക്ക് കണ്ടാ. വജമഅൽ ളുലുമാത്തി, ളുലുമാത്തിനെ ബഹുവചനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലലാലത്തിന്റെ ഇനങ്ങള് പലതരത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാം ഓരോ ദുൽമാത്തായി സങ്കല്പിച്ചിട്ട് എല്ലാത്തിനും പുറപ്പെടുവിക്കുക. കുഫർ, എന്തെല്ലാം മില്ലത്തുകളുണ്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. ഇപ്പൊ 72 ഉണ്ടായില്ലേ? ഖവാരിജിയാക്കലുണ്ട്, റാഫിളിയാക്കലുണ്ട്, ഷിയാക്കലുണ്ട്, മറ്റേതുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങാറ്റി. ഓരോരുത്തർക്കും വേറെ ഓരോ ഇതല്ലേ. ഇനി ഇസ്ലാം ഏതൊരു മില്ലത്തുകൾ എത്ര പാടുണ്ട്? നൂറ, നൂറിനെ മുഫറദാക്കി. ഇത് നൂർ അൻവാർ എന്ന് പറഞ്ഞില്ല. ലിഅന്നൽ ഇസ്ലാമ ദീനും വാഹിദുൻ, ഇസ്ലാം ഒരൊറ്റ ദീനാണ്. അതാ വൈസമ്മൽ കുഫറ ദുൽമത്തൻ, ഈ കുഫറിന് ദുൽമത്ത് എന്ന് പേരെന്ത് വിട്ട് കിട്ടി അല്ലേ? അത് ഇൽത്തിബാസ് തരീഖിഹി, അതിന്റെ തരീഖ് അത് ഇൽത്തിബാസാണ്, വ്യക്തമായ തെളിവൊന്നുമില്ല. എന്താ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ 10 ചോദിച്ചാൽ 100 അഭിപ്രായങ്ങൾ പറയും. ടേട്ടേന്നാണ്, ആണത്രയാണ്, എത്ര അവിടെ അവസാനിക്കും. പോലും ഉണ്ടാവും. വൈസൽമൽ ഇസ്ലാമിന് പേര് വന്ന് നൂറൻ എന്ന് പേര് വന്നില്ല. വുദൂഹി തരീഖ്, തരീഖ് വളരെ വാദിഹാണ്. അപ്പൊ നൂറുണ്ടായാൽ വാദിഹാകുന്നത് പോലെ ഇവിടെ എന്തായിട്ടുണ്ട്? തരീഖ് വാദിഹായിട്ടുണ്ട്. അപ്പൊ അതിന്റെ സബബ് നോക്കിയിട്ടാ പേര്. 100 സബബാണ് ഇതിന്റെ വുദൂഹിന്റെ. ഇനി നേരത്തെ അള്ളാഹു വലിയാണ് അല്ലദീന ആമനുവിന്റെ, എന്നാൽ നേരെ തിരിച്ചോ? വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂത്ത്, അതിന്റെ ഖബറാണത്. അല്ലദീന സബത ഫീ ഇൽമിഹി കുഫറുഹും, ആരുടെ എല്ലാം കുഫർ അള്ളാഹിന്റെ ഇൽമി സുബൂത്തായിട്ടുണ്ടോ അതോ എല്ലാവരും ഇവിടെ അടക്കം പറഞ്ഞു. ഔലിയാഉഹും, അവരുടെ ഔലിയാക്കൾ. ഇത് വലിയന്റെ ജമ്മ് താഗൂത്താണ്. താഗൂത്താല അശ്ശയാത്തീൻ. വസായിറുൽ മുദ്ദില്ലീന അൻ തരീഖിൽ ഹഖ്, ഹക്കിന്റെ തരീഖും വിട്ട് വഴി പഠിപ്പിക്കുന്ന എല്ലാവരുടെയും
അതാരുണ്ട് മിന്നൽ കഹനത്തി കാഹിനീയങ്ങളുണ്ട്. കാഹിനീയങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രം നോക്കിയിട്ട് കൈപോറി എന്നെല്ലാം പറഞ്ഞിട്ട് അതേ ഒരു ഇനമാണ് ഈ കള്ള ജുലൂസുകാർ. ഹക്കായ ജുലൂസാറെ പറ്റിയല്ല പറയുന്നു, കള്ള ജുലൂസാറുണ്ടാവും. ഓരോന്നും തോന്നലാണ് കുറച്ച് മനുഷ്യൻ്റെ തലയിലും കൊണ്ടുവച്ചിട്ടുണ്ടാവും മേശം ഇവിടെ എന്തോ സംഗതി നടക്കാൻ പോകുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ശംഖ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ അശാശീഷു എന്നെല്ലാം പറഞ്ഞിട്ട് ആ കലണ്ടറിൽ കാണുന്ന ആ ചതുരം വരച്ച് വെച്ചിട്ടുണ്ടാവും. കലണ്ടറിൽ കാണാം ഒരു കോള ഒഴിവ് നോക്കിനാ, ഒരു 12 കോളുള്ളത് കണ്ടില്ല, അതിലില്ല ഒരു കോള ഒഴിവുണ്ടാവും. ആ ഒഴിവില് ഇതിനുള്ള ശീഷു. അത് ശരിക്കും വന്നാൽ ഓരോ ഗ്രഹങ്ങൾ ഏത് രാശിയിലുണ്ട്, ഏത് നിലയിലുണ്ടെന്ന് അതിൻ്റെ മാറ്റങ്ങളാണ് രാശി ചക്രം എന്നാണ് പറയില്ല. രാശിചക്രം വെച്ച ഇടന്തോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ചണം. പിന്നെ ധാരാളം ആളുണ്ടെന്ന് വരുത്താൻ വേണ്ടി പള്ളിയിലുണ്ടാവും ചാടി ചെരുപ്പലിനടുത്തോണ്ട് നെറ്റി വെക്കുക, അങ്ങനെ പാദരക്ഷ പുറത്ത് വെക്കുക എന്നൊരു ബോർഡും വെക്കുക. അപ്പോൾ ദൂരത്ത് കാണുമ്പോൾ ഇവിടെ കണ്ടമാന ആളുകൾ കയറിയിട്ടുണ്ട്, ഇവിടെ വമ്പിച്ചൊരു സംഭവം ഉണ്ട് എന്ന് എത്തി തീർക്കലാണ്. കയറി നോക്കണ്ടേ? അങ്ങനെ കാഹിനികളെ പല ഇനങ്ങളുണ്ട്. വക്കാദത്തി ഷർരി, അതുപോലെ ഷർറിന്റെ നേതാക്കന്മാരുണ്ട്. ഇവരെല്ലാം ഇതിൽപ്പെട്ട് താഗൂത്തിൽപ്പെട്ടു. ഒന്ന് ശയാത്തീന്, മറ്റൊന്ന് സായിറുൽ മുദ്ദില്ലീൻ, വഴിപിഴപ്പിക്കുന്ന എല്ലാവരും പെട്ടെന്ന പറയുന്നത് പട്ടക അമ്മാക്കി. ശയാത്തീൻ നമ്മളെ തിട്ടപ്പ യുഖ്രിജൂനഹും, അവരെന്താക്കും, ഇവരെ പുറപ്പെടുവിക്കും, മിനന്നൂരി, നൂറിൽ നിന്ന് പുറപ്പെടുവിക്കും, മിന ദുലുമാത്തിലേക്ക് നേരെ ഓപ്പോസിറ്റ്. ഏതാണ് പുറപ്പെടുവിക്കുന്നത്? ബിൽ വസാവിസു, പുറപ്പെടുവിക്കുന്നു തന്നെ കൈ പിടിച്ചിട്ടുണ്ട് പോയിട്ട് ഉന്തി തള്ളുന്നല്ല, വസ്വസൊന്ന് ഇട്ട് കൊടുക്കുക. അതിനെന്തെല്ലാം മുഖഭാവയിലാക്കണം. എന്നെല്ലാം വീണവും പോലും അത് നമുക്ക് മറ്റോ ചെയ്ത ശരീരൻ്റെ കടുപ്പം കൊണ്ട്. കാരണം പുയ്യാപ്പടയൊക്കെ ശരീരത്തിലുണ്ടാവില്ല വ്യാളഭാഷയിൽ എന്നെല്ലാം കൊണ്ടുപോയി പോലും അതിന് സിദ്ധത്തുമുണ്ട്. അതുണ്ട്, ഒരു വാങ്ങിയും കാട്ടും. ഇതിനാൽ വല്ലതും ഇവിടെ സംഭവിച്ചു. അപ്പം എന്തായിന്നറിയാം, ഇവിടെ എന്തോ ആകാശം ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നെന്താക്കി വരുത്തി തീർത്തിട്ട് അതിനെ ആക്കണം, എന്നാലേ പഠിച്ചു. അതാണ് വസാവിസ്. വസ്വസത്ത് കൊണ്ടെന്താക്കുന്നറിയോ? അത് കൈ മറ്റുള്ള വസ്വാസത്തല്ലാത്ത വേറിയും ആ പുറപ്പെടുവിക്കുന്ന രീതിയാണ് പറഞ്ഞത്. നൂറിൽ നിന്ന് ഏതാ നൂറ്? അൽ ഈമാനുൽ ഫിത്രിയ്യല്ലദീ ജുബിലു അലൈഹി കാഫത്തൻ. ഫിത്രിയ്യ ഒരു ഈമാനുണ്ട്, അതായത് പുറത്തുനിന്ന് ദലീലൊന്നും ഇല്ലെങ്കിലും ജനിക്കുമ്പോൾ തന്നെ ഫിത്രത്തുള്ളൊരു ഈമാനുണ്ടാവും. അപ്പം അങ്ങനെ ചില കാര്യം എന്തുണ്ടാകും, അവന്റെ ഫിത്രത്ത് കൊണ്ട് തന്നെ അവിശ്വസിക്കും. നിന്റെ ഉമ്മയാ ശരീരത്തിരിക്കുന്നു പറയുമ്പം ആരും ഫിത്രിയ ഈമാൻ ആരും വിശ്വസിക്കില്ല. ഇവൻ പറഞ്ഞിട്ടുണ്ടാക്കി ഉമ്മ സാഹിറത്താക്കി മാറ്റി, പങ്ങൻ സാഹിറത്താക്കി മാറ്റി, എൻ്റെ കുടുംബാകെ കലക്കി. അതാണ് ഫിത്തരി. ഫിത്തരിയ ഈമാനെ തന്നെ ഉൾക്കൊള്ളാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. അല്ലതീ ജുബിലു അലൈഹി കാഫത്തൻ, അവരെല്ലാവരും ജനിക്കുമ്പം തന്നെ വടച്ചു വച്ച ഫിത്തരിയ ഈമാനുണ്ട്. ആ ഈമാനിൽ നിന്നും കൂടെ എന്താക്കും? പുറത്തിറക്കി കളിക്കും. ദുലുമാത്തിൽ എന്ന് പറഞ്ഞാൽ ദുലുമാത്തുൽ കുഫറിലേക്ക്, വലൻഹിമാക്കി ഫി ശഹവാത്തിൽ മുങ്ങി കൈ കുഞ്ഞുകൊടുങ്ങി. ഔ മീനു നൂറിൽ യഖീനിയാത്തി ഇലാ ദുലുമാത്തി ശുകൂക്ക്, അല്ലെങ്കിൽ എന്താക്കും? യഖീനായ ഒരു കാര്യത്തിൽ നിന്ന് ശക്കിലേക്ക് ഇറക്കി കളയും. അതും അപ്പൊ ഒരു പടി ഇറക്കലയില്ലേ? ഉലൈക, ആ ഉലൈക ഇശാറത്തേക്ക് ഇശാറത്തുൻ ഇലൽ മൗസൂൽ. മൗസൂൽ ഏതാ? വല്ലദീന അസ്ഹാബുന്നാർ, നാരെന്നെ അസ്ഹാബാണ് എന്ന് പറഞ്ഞാൽ നാറ് ഇവർ കൊടുമയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഐ മുലാബിസൂഹ, അതിൽ ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ഓ മുലാസിമുഹ, അവിടുന്ന് പിരിഞ്ഞു പോവാതെ അവിടെ തന്നെ കഴിഞ്ഞുകൊടുന്ന ആളത്തൊക്കെ അസ്ഹാബ് എന്ന് പേര് പറയും. അല്ലാണ്ട് അവർ അതിൻ്റെ ഉടമകളായതുകൊണ്ടല്ല. ബിസബബി മാലഹും മിനൽ ജറായിം, എന്താണ് അതിൻ്റെ കാരണം? അവർക്കുള്ള കുറേ കുറ്റകൃത്യങ്ങൾ കാരണത്തിന് വേണ്ടി. ഇൻഹും ഫീഹാ ഖാലിദൂൻ, അവർ
ആ നാറിലെന്താകും ഖാലിദീങ്ങളാണ് മാകിസൂന അബദ എന്നെന്നും കിണിയുന്നു കൊള്ളുന്നവരാണ്. വഅലം അന്ന മറാത്തിബൽ മുഅ്മിനീന ഫിൽ ഈമാനി മുതഫാബിതത്തുൻ. മുഅ്മിനീങ്ങൾക്കുള്ള മർത്തബ ഉണ്ടല്ലോ ഈമാനിന്റെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. വഹും സലാസത്തു തവായിഫ്, അത് 3 കൂട്ടക്കാരാണ്. നമ്മൾ മുമ്പേ പറയാറുള്ളത് ഇൽമുൽ യഖീനുണ്ട്, ഐനുൽ യഖീനുണ്ട്, ഹഖുൽ യഖീൻ. അതിൻ്റെ മറ്റൊരു വകഭേദമാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസ പ്രമാണങ്ങൾ തന്നെയാണല്ലോ അസ്ഹാബിമാർക്കുള്ളത്. പക്ഷെ അവരുടെ ഈമാനം പവർ കൂടിയിട്ടുണ്ട്, നമുക്ക് പവർ കുറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കപ്പെടേണ്ട കാര്യത്തിലൊരു മാറ്റം വന്നിട്ടില്ലല്ലോ. 1 അവാമുൽ മുഅ്മിനീൻ, 2 ഖവാസ്, 3 ഖവാസുൽ ഖവാസ്. അങ്ങനെ മൂപ്പർ തർത്തീബാക്കുന്നു. فَالْعَوَامُ يُخْرِجُهُمُ اللَّهُ مِنْ ظُلُمَاتِ الْكُفْرِ وَالضَّلَالَةِ. അവാമുൽ മുഅ്മിനീങ്ങൾ എന്താക്കും? ളുലുമാത്തിൽ കുഫറിൽ നിന്നും ദലാലത്തിൽ നിന്നും പുറപ്പെടുവിക്കും. അതാണ് ബൈസ്. അതാ നേരത്തെ 2 ഡിഗ്രി പറഞ്ഞില്ലേ. ഇങ്ങനെ അവരുടെ ഔ മിൻ നൂറിൽ യഖീനാത്തി ഇലൽ ളുലുമാത്തി ശുകൂക്കി എന്ന് പറഞ്ഞത് 2 മർത്തബ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയോ ഇലാ നൂറിൽ ഈമാനി വൽ ഹിദായത്തിലേക്ക് ഖൗലിഹി തആല വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ. ഹിദായത്ത് സിദ്ധിച്ചവർക്ക് അല്ലാഹു തആല എന്താക്കും? അവർക്ക് ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ വല്ലദീന ഇഹ്തദൗ ഇവൻ ചെയ്യുന്ന സുലൂക്ക് സാദഹും ഹുദാ എന്ന് പറഞ്ഞത് അവരുടെ ജദ്ബത്ത്. വൽ ഖവാസ് ആരാണ്? യുഖ്രിജുഹും മിൻ ദുലുമാത്തി സിഫാത്തി നഫ്സാനിയ്യത്തി വൽ ജിസ്മാനിയ്യത്തി. നഫ്സിന്റെയും ജിസ്മിന്റെയും കുറേ ദുലുമാത്തുണ്ട്. സിഫാത്തിന്റെ ദുലുമാത്ത് ദുസ്വഭാവങ്ങൾ എന്ന് പറയാം. അതിനില്ല നൂരി റൂഹാനിയത്തി റബ്ബാനിയ, റബ്ബിനെ കൊണ്ട് ചേർക്കപ്പെട്ട റുഹാനിയ നൂറിലേക്ക് എന്താക്കും? ചേർക്കും. കഖൗലിഹി തആല അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അപ്പോൾ ഇവിടെ ഇഖ്റാജ് പറഞ്ഞില്ലല്ലോ. അതാ അതിനാണ് തത്മഇന്നു ഖുലൂബുഹും വത്മഇനാനുൽ ഖൽബി ബിദ്ദിക്ർ. വിക്ർ കൊണ്ട് കൽബിന്റെ തുമൈനീനത്ത് ലം യകുൻ ഇല്ലാ ബഅദ തസ്ഫിയത്തിൻ സിഫാത്തിൻ നഫ്സാനിയ. നഫ്സാനിയായ സിഫാത്ത് ദൂരീകരിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അടക്കുന്നുണ്ട് ഒരു മർത്തബ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഞാൻ അപ്പൊ അതാണ് മൂപ്പർ എന്താക്കിയത്? 2ാം മർത്തബയിൽ കൊണ്ടാകുന്നത്. അപ്പൊ 1ാമത്തെ മർത്തബ വിട്ട് കടന്നാലേ 2ാം മർത്തബയിലെത്തും. വതഹനിയതിഹി ബിസിഫാത്തു റുഹാനിയായ സിഫാത്ത് കൊണ്ട് അത് തഹനിയത്ത് ചെയ്താലേ തത്മഇന്നു എന്ന് പറയുള്ളൂ. അത് മനസ്സിലായിട്ടുണ്ടോ? വഖവാസുൽ ഖവാസ് എന്ന് യുഖ്രിജുഹും മിൻ ദുലുമാത്തി ഹുദൂസിൽ ഖിൽഖത്തി റുഹാനിയത്തി ബിഇഫ്നാഇഹിം അൻ വജൂദിഹിം. കണ്ടോ? റൂഹാനിയായ ഖിൽഖത്തായാലും അത് ഹാദിസാണല്ലോ. അപ്പൊ ഹാദിസിന് എന്തുണ്ട്? 2 തരം ഫനാവുണ്ട്. ഒന്ന് തീരെ വജൂദിൽ നിന്നുള്ള പുറത്തു പോക്കാണ് ഒരു തരം ഫനാവ്. മറ്റൊന്ന് ഈ ഹുദൂസ് കൊണ്ടുണ്ടായ കുറേ വൈകല്യങ്ങൾ എന്താക്കും? തീർത്തിട്ട് അള്ളാഹുവിൽ നിന്ന് ഫനാവ്. അതാ സൂഫിയാക്കൾ പറയുന്ന ഫനാവ്. അയാളിപ്പോ ഫനായിന്റെ മക്കാമില എന്ന് പറഞ്ഞാൽ അയാൾ ഇല്ലായ്മ വന്നിട്ട് പറ്റ നശിച്ചു എന്ന അർത്ഥത്തിനല്ലല്ലോ. അവർക്കുള്ള ന്യൂനതകളും പോരായ്മകളും അള്ളാഹു തആല എന്താക്കും? തീർത്തിട്ട് അള്ളാഹു സിഫാത്ത് കൊണ്ട് ഫനാകാക്കിയത്. അപ്പൊ പിന്നെ ഓർക്ക് അന്നേ ഉള്ളൂ. അതാ ബിഇഫ്നാഇഹിം അൻ വജൂദിഹിം. അവരുടെ സ്വന്തം വജൂദിനെ തൊട്ട് അവരെ ഫനാകാക്കി. ഏത് വജൂദാന്ന് ഉദ്ദേശിക്കുന്നത്? കഖൗലിഹി തആല ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇവിടെ കണ്ട അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി എന്ത് പറഞ്ഞു? ഫിത്യത്തുൻ, അവർ കുറച്ച് യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു. ഇവിടം വരെ എന്തായി? അവരുടെ സുലൂക്കായി. സുലൂക്കായില്ലേ? വസിദ്നാഹും ഹുദൻ. അപ്പൊ ജസ്ബിൽ എന്തല്ല? വസിദ്നാഹും ഹുദൻ വറബത്നാ അലാ ഖുലൂബിഹിം. 2 ഉണ്ട്. ഒന്ന് ഹിദായത്തിന് ഏറ്റി കൊടുക്കല്, 2ാമത് ഖൽബിന് സ്ഥൈര്യം തരും. അതായത് എന്ത് സംഭവിച്ചാലും അള്ളാഹു മാത്രം. സെറാ സംഭവിച്ചാലും ശരി, ലറാ സംഭവിച്ചാലും ശരി, ഇനി രാജാവെന്നെ കൊലഭീഷണി ഉയർത്തിയാലും ശരി, തീക്കേക്കിട്ടാലും ശരി, വെട്ടി നുറുക്കിയാലും ശരി, റബ്ബത്തുൻ അലാ ഖൽബി, എന്തും നേരിടാനുള്ള തയ്യാറെടുക്കും.
യുദ്ധക്കളത്തിലേക്ക് മസാന്മാർക്ക് അറിയൂലേ എങ്ങനെയായാലും മരിക്കുന്ന ജയിക്കില്ല എന്ന് ചിലപ്പോൾ തോന്നലുണ്ടേ. പക്ഷെ കൽബിന്റെ റബത്ത് വന്നാൽ എന്താ അതൊന്നൊരു പ്രശ്നമല്ല. ഇരുട്ടത്ത് താമസിച്ചാലും ശരി, ഒറ്റക്ക് താമസിച്ചാലും ശരി, കാട്ടിപ്പോയാലും ശരി, മലയിൽ പോയാലും ശരി, പട്ടിണി കിടന്നാലും ശരി, ദാരിദ്ര്യം വന്ന് എന്തുണ്ടാലും ഓർക്കൊരേ പ്രശ്നം. തസോഫിന്റെ കിതാബത്തിൽ കാണുന്നില്ലേ, അതാ റബത്തുൽ കൽബ്. ഇതും വറബത്തിന അലാ ഖുലൂബി അൽ ആയ ആയത്ത് തീരുള്ള ഒതുക്കുമെന്നാ പറഞ്ഞത്. അതിന് ബാക്കി കിട്ടാനുണ്ട്. എപ്പോഴാണ് ഇത് ഖാമു വഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഒന്ന് അവർ രംഗത്ത് വന്നു, റബ്ബുനാ റബ്ബുസ് സമാവാതി എന്ന് പറഞ്ഞു. തൗഹീദിൽ രക്ഷപ്പെടുത്താൻ ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, അല്ലാഹുവിനെ കൂടാതെ ഒരു ഇലാഹിനെ നമ്മൾ അംഗീകരിക്കൂല. അപ്പൊ ദക്കിയാനൂസ് രാജാവിന് ഭയങ്കരമായ വെല്ലുവിളി 7 യുവാക്കന്മാർ. ദക്കിയാനൂസിന്റെ അപ്പുറത്തം വന്നാലും ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, ഒരു വിട്ടുവീഴ്ചയില്ല. ഇത് കാമുഹക്കാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. അങ്ങനെ ഇലാഹിനെ മാറ്റിപ്പിടിച്ചാൽ പിന്നെ നമ്മ അക്രമികൾ പറയുന്ന വാക്ക് പറഞ്ഞില്ലേ, അവിടേക്കില്ല. നീ എന്തോ ചെയ്തോ? ഫിർഔനിന്റെ അനുയായികൾ പറഞ്ഞില്ലേ എന്താന്ന്, ഫിർഔൻ ഭീഷണിപ്പെടുത്തി, അങ്ങേറ്റത്തെ ഭീഷണി, നിങ്ങളെ കൊല്ലും, കയ്യും കാലും കൊത്തും, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. ഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, പോയ റബ്ബിനെ കൊള്ളല്ലേ കൊണ്ട്. ആ റബ്ബ് നമ്മളോട് കരീമല്ലേ, ആ റബ്ബ് നമ്മൾ റഹീമല്ലേ. അപ്പൊ നിന്നിൽ നിന്ന് എന്താക്കി നിന്നാക്കാണ വലിയ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങി. നീ വിധിക്കാൻ തീരുമാനിച്ച പരമാവധി തീരുമാനങ്ങൾ വിധിച്ചോളൂ, ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളത്. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഏറി പറഞ്ഞാൽ ജീവൻ പോകോളെ പ്രവർത്തിക്കും. ഇനി ജീവൻ പോയിട്ട് പ്രവർത്തിച്ചാൽ ഹംസത്തുൽ കർറാർ റളിയല്ലാഹുവിനെ കൊണ്ട് ചെയ്തതേ ചെയ്യാൻ കഴിയും. ആ അവസ്ഥ എന്തുകൊണ്ട് വന്ന്, അതാ പറയുന്നത് നസബഹും മിനൽ ഫുതുവ ഇന്നഹും ഫിത്യത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അതിൽ വയസ്സന്മാരും പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഫുതുവത്തിലേക്ക് ചേർത്ത്. അതാണ് ഫിത്യത്തുൻ എന്ന് പറഞ്ഞത്. എന്താ, ലമ്മാ ഖാതറു ബി അർവാഹിഹിം ഫീ തലബിൽ ഹഖ്, ഹക്കിനെ തേടുന്ന വിഷയത്തിൽ നമ്മുടെ റൂഹിനെ തന്നെ ചെലവാക്കാൻ വേണ്ടി അവർ എന്താക്കി, തയ്യാറായി. പൈസ ചെലവാക്കലല്ല, വെറും ഒരു അധ്വാനം മാത്രമല്ല, പോയ റൂഹ തന്നെ കൊടുക്കാൻ. വആമനു ബില്ലാഹ്, റബ്ബിനെ കൊണ്ട് അവർ ഈമാൻ കൊണ്ടു. വകഫറു ബിത്താഗൂത്തിനെ എന്താക്കി, തള്ളിപ്പറഞ്ഞു. അപ്പൊ വല്ലാത്തൊരു മുജാഹദ നടന്നിട്ടുണ്ട്. അപ്പൊ ഫലമ്മാ തനവ്വറത്ത് അൻഫുസുഹും ബി അൻവാരി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിന്റെ അൻവാർ കൊണ്ട് അവരുടെ നഫ്സുകളെല്ലാം പ്രകാശപൂരിതമായി. വഅനിസത് ബിഹി, റബ്ബിനെ കൊണ്ട് ഈനാസും വന്നു. അപ്പോൾ ഇസ്തവഹശത് അൻ മഹബ്ബത്തി അഹ്ലി ദുനിയാ, ദുന്യാവിന്റെ അഹ്ലുകാര മഹബ്ബത്തിനെ തൊട്ട് അവർക്ക് വഹശത്താണ്. അതുപോലെ വമാ ഫീഹാ, ദുന്യാവിലുള്ള വസ്തുക്കളെ തൊട്ട് മഹബ്ബത്തിനെ തൊട്ടു. ഫഅഹബ്ബുൽ ഖലാഅ, അവിടെ ഒറ്റക്ക് കഴിഞ്ഞുകൂടാൻ വേണ്ടി അവർ ഇഷ്ടപ്പെട്ടു. നാട്ടിലേ നിൽക്കുന്നില്ല, ഗുഹയിൽ പോകാം, കാട്ടിലേക്ക് പോകാം, അപ്പൊ ഭക്ഷണം കിട്ടും, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. കമാ കാന ഹാലുൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹാലു ഫീ ബദിഇൽ അംർ, നബുവത്തിന്റെ തുടക്കത്തിൽ ഹിറാ ഗുഹയിലേക്ക് പോയില്ലേ. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ അവ്വലു മാ ബുദിഅ ബിഹി അലൈഹിസ്സലാത്തു വസ്സലാം മിനൽ വഹ്യി, ആദ്യമായി തങ്ങൾക്ക് തുടങ്ങപ്പെട്ടത് വഹിനാൽ അർറുയ സാദിഖ, സത്യസന്ധമായി പുലരുന്ന സ്വപ്നങ്ങളായിരുന്നു. സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാ, അപ്പം എന്താക്കി, ജനങ്ങളും വിട്ടിട്ട് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് ഹിറാ ഗുഹയിലേക്ക്, അത് തങ്ങൾക്ക് പ്രിയങ്കരമായി മാറി. അപ്പൊ അള്ളാഹുവിനെ തൊട്ടെന്തായി, അള്ളാഹിനെ കൊണ്ട് ഈനാസ് വന്നപ്പോൾ ജനങ്ങളെ തൊട്ട് വഹശത്ത് വന്നു. ഇതാണ് 3-ാം മർത്തബ. അപ്പൊ ചുരുക്കത്തിൽ ഹക്കുൽ യഖീന മർത്തബ എന്ന് പറയാം. അതവിടെ തീർന്നു. ഇനി പുതിയൊരു ചരിത്ര പറയുന്നു. മടിക്കല്ലേ, ഇന്ന് മടീന്റെ ദിവസമല്ല, ഇന്ന് യൗമുൽ അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിം. 3 ചരിത്രങ്ങൾ പറയും തുടർന്ന് തീരുന്നതിന് മുമ്പായിട്ട്.
അലം തറ മുമ്പുണ്ട്. അലം തറ എന്ന് എവിടെ പ്രയോഗിച്ചാലും കണ്ണുകൊണ്ടുള്ള കാണലല്ല, അറിവിന്റെ എത്തിച്ചേരലാണ്. അപ്പൊ അലം തറ എന്ന് പറഞ്ഞാൽ അലം യൻതഹി ഇൽമുക, തങ്ങളുടെ ഇൽമ എത്തിച്ചേർന്നിട്ടില്ലേ അല്ലേ? എങ്ങനത്തെ ഇൽമ്? അല്ലദി യുലാഹിൽ ഇയാന ഫിൽ ഈഖാൻ, ഈഖാനിന്റെ വിഷയത്തിൽ ഇയാനിനോട് തുല്യമായ ഇൽമാണ് തങ്ങൾക്കുള്ളത്. ഈഖാൻ ഏതാണ്? മനസ്സിന്റെ ഉറപ്പിനല്ലേ പറയാ. ഈഖാൻ എന്താക്കും? ഇയാനെ കണ്ണുകൊണ്ട് കണ്ടാൽ, അതുപോലെ മുശാഹദക്ക് പറയില്ലല്ലേ, മുആയനത്ത്. ശരിക്കും കണ്ണുകൊണ്ട് കാണലില്ലല്ലോ. കണ്ണുകൊണ്ട് കണ്ടാൽ എത്രമാത്രം തെളിവുണ്ടാകുമോ ആ രൂപത്തിലേക്ക് തശ്ബീഹാക്കി ഇസ്തിആറത്താണ് ഈ മുആയനിൽ പ്രയോഗിച്ചത്. എന്നല്ലാണ്ട് ഈ കണ്ണുകൊണ്ട്, ലാഹിറായ കണ്ണുകൊണ്ട് കാണലല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തങ്ങളെ ഇൽമ് ആ രൂപത്തിലാണ്. എന്നാണ് അല്ലദീ യുലാഹിൽ ഇയാന, ഇയാനിനോട് തുല്യമാകും. എന്ത് വിഷയത്തിൽ? ഈഖാനിന്റെ വിഷയത്തിൽ. ഇദല്ലദീ ഐലാ ഖിസ്സത്തി മലിക്കി, ഒരു രാജാവിന്റെ കിസ്സയിലേക്ക്. അതാണ് അല്ലദീ. അല്ലദീ ഇങ്ങനത്തെ ഹാജ ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് എന്താക്കി തർക്കിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഫീ മുആറദത്തി റുബൂബിയ്യത്തിഹി, അവന്റെ റുബൂബിയത്തിനെ എതിർക്കുന്ന വിഷയത്തിൽ. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റബ്ബെന്ന് പറഞ്ഞു. ഇവനാര്? നിമ്രൂദാന്ന് ആള്. നിമ്രൂദ് വെറും പടപ്പ്. മറ്റോൻ എന്താക്കുന്നത്? ഞാനാ റബ്ബ് എന്നൊന്നല്ല. ഇതാ തർക്കം. ഫീ റബ്ബിഹി, അത് വല്ലദീ ഹാജ ഹുവ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തർക്കിച്ച വ്യക്തി ആരാണ്? നമ്രുദ് ഇബ്നു കൻആൻ എന്ന ആളാണ്. അല്ലദീ തജബ്ബറ വദ്ദഅ റുബൂബിയ്യ, വല്ലാത്ത അതിക്രമങ്ങളും അടിച്ചുവിടുകയും റബ്ബാണെന്ന് വാദിക്കുകയും ചെയ്ത ഒരു രാജാവാണ് അയാൾ നമ്രൂദ്. എന്തിനാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ചങ്കൂറ്റമുണ്ടായത്? അന്നാത്താഹുല്ലാഹുൽ മുൽക്ക്, അല്ലാഹു തആല രാജാധികാരം കൊടുത്തുവിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ്. ചിലപ്പോൾ പണം കൊടുത്തിട്ടായിരിക്കും, ചിലപ്പം ആൾബലമായിരിക്കും. മുൽക്കുണ്ടായ എല്ലാം മതിയില്ല. മുൽക്കിട്ടിയ വകയിലാണ് ഇയാൾ എന്താക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തർക്കിക്കാൻ കഴിയും. മുൽക്കിനെ അല്ലാഹു തആല കൊടുത്ത കാരണത്തിന് വേണ്ടിയാണ് തർക്കിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ട്? ഫഇന്ന ഈതാ അൽ മുൽക്കി, രാജാധികാരം കൊടുക്കുക എന്നുള്ളത് ഹമലഹു അലാ ദാലിക, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ബുദ്ധിമുട്ടാക്കാനും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ റബ്ബിനോട് മുആറള ചെയ്യാനും ഇയാളെ ധൈര്യം പകർന്നത്. അത്ര വലിയ രാജാവായിരിക്കണം. ചെറിയ പ്രസിഡന്റും സെക്രട്ടറിയുമല്ല. അവിടെ തന്നെ കാണുന്നില്ല ഗിരണ്ട ഭയങ്കരമായി. കിബിറിനെയും മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തലിനെയും അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് ആ മുൽക്കാണ്. വൽമാന ആഅതാഹു കസറത്തുൽ മാൽ, കസറത്തുൽ മാൽ കൊടുത്ത് വത്തിസാ അൽ ഹാലി, അതുപോലെ അയാളുടെ ജീവിതം വളരെ സുഖകരമായി തീർന്നു. വമലക ജമീഅ ദുനിയാൽ കമാൽ, ദുനിയാവ് മുഴുവനും അയാൾ ഭരിക്കാനൊരുങ്ങി. ഖാല മുജാഹിദ് അവர்கள் പറയുന്നു, ലം യംലികി ദുനിയാ ബി അസ്ലിഹാ ഇല്ലാ അർബഅത്തുൻ, ദുനിയാവിനെ മുഴുവനും ഭരിച്ച ആളുകൾ നാലാളുണ്ട്. ഒന്ന് ഏതാണ്? മുസ്ലിമാന് കാഫിറാണ്. രണ്ട് മുസ്ലിമുണ്ട്, രണ്ട് കാഫിറുണ്ട്. ഫൽ മുസ്ലിമാനി അലാ സുലൈമാനു വദുൽഖർനൈനി അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടാള് മുസ്ലിമാണ്. സുലൈമാൻ അലൈഹിസ്സലാം നബിയാണ്, റസൂലാണ് എന്നതിൽ സംശയമേ ഇല്ല. ദുൽഖർനൈനിയെ സംബന്ധിച്ച് നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അത് വലിയ ആകണം. നബിയായിട്ട് അറിയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അറിയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിഷേധിച്ചിട്ടില്ല. ഇനി ഓൽ കാഫിറാന നമ്രൂദും മുസ്തൻസറും, അതിൽപ്പെട്ടാണ് നിമ്രൂദ്. ഈ തർക്കത്തിന്റെ വകുപ്പാ പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അതിന്റെ ഹാജ എന്ന് ആദ്യം പറഞ്ഞില്ലേ, അതിന്റെ ലർഫാണ് ഇത്. പറഞ്ഞ അവസരം ലർഫാകും എന്താക്കും? ഒന്നെങ്കിൽ സ്ഥലമാകും, അല്ലെങ്കിൽ കാലമാകും. ലർഫ് സമാനുണ്ട്, മക്കാനുണ്ട്. ഇപ്പം ഇതേതാന്ന്? മക്കാനല്ലല്ലോ, സമാനി. എന്താ? റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദഅവ. അങ്ങനെയാണെന്ന് ഞാനും ചെയ്യുമല്ലോ.
അപ്പൊ റബ്ബിന്റെ അടയാളം എനിക്കുണ്ട് നയി. കാല എന്ന് പറഞ്ഞ നമ്രൂദ് പറഞ്ഞ് ഞാനും ജീവിപ്പിക്കുകയും മരിക്കുകയും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാനും റബ്ബാണ്. കണ്ടാ ശരീരങ്ങളിൽ ഹയാത്തിനെയും മൗത്തിനെയും പടക്കുന്നവൻ അള്ളാഹുവാണ്. അതിനങ്ങനെ കൊടുക്കുന്ന ഒരാളെ വെട്ടിക്കൊന്ന മുമീത്ത് എന്ന് പേരില്ല. കാരണം അയാള് ഇത്രയുള്ളൂ. വജവാബു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജവാബ് ഫീ ഗായത്തി സിഹ, വളരെ സഹീഹാണല്ലോ. യുഹ്യി വയുമീതു. കണ്ടാ അപ്പൊ ഹഖീഖത്തൻ ഹയാത്തും ഇഹ്യാവും ഇമാത്തത്തുമാണ് നടത്തം. എല്ലാം ഒരാൾക്ക് വെള്ളം നിൽക്കാനാവുന്ന അവസരത്തിൽ എന്താ വെള്ളം കൊണ്ട് കൊടുത്ത് പിന്നെ വായു കയറ്റി പിന്നെ എന്താക്കി ഇങ്ങനെ വന്നാൽ ഇഹ്യ എന്ന് പറയും. لأنه لا سبيل إلى معرفة الله, അള്ളാഹുവിന്റെ മാരിഫത്തിലേക്ക് സബീലില്ല ഇല്ലാ ബിമാരിഫത്തി സിഫാത്തിഹി വഅഫ്ആലിഹി. അള്ളാഹുവിന്റെ സിഫാത്തും അഫ്ആലും അറിഞ്ഞാലല്ലാണ്ട് അള്ളാഹിനെ തിരിയില്ല. അപ്പൊ അള്ളാഹിനെ തിരിയാനുള്ളതാണ് പറഞ്ഞത് യുഹ്യി വയുമീത്ത്. കണ്ടാ അല്ലദീ ലാ യുശാരിക്കുഹു ഫീഹാ അഹദുൻ മിനൽ ഖാദിരീൻ. കഴിവുള്ളവർ എന്ന് വാദിക്കുന്ന ഒരാൾക്കും അതിന് ആ സിഫാത്തിന് അഫ്ആലെന്നില്ല, കൂറുണ്ടാകുന്നില്ല. ആ കൂറുണ്ടാവാത്ത രൂപത്തിലാണ് എന്താക്കുക യഖ്ലുഖുൽ ഹയാത വൽ മമാത്താന്ന് മൂപ്പർ വന്നത്. ഇവനെന്ത് മനസ്സിലാക്കി വാളെടുത്തിട്ട് ഒരാളെങ്കിലും കൊന്നാല് ഇമാത്തത്തായി. അത് ലാ യുശാരിക്കുഹു ഫീഹാ എന്ന് പറഞ്ഞ ബാബിൽപ്പെട്ടതാണ്. ഉദരത്തെ വാദിക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം എന്ന് പറഞ്ഞു ഓന മറുപടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇമാത്തത്വമാണ് റബ്ബിന്റെ വസ്ഫെങ്കിൽ എനിക്കും ആ വസ്ഫുണ്ട്. എന്നിട്ട് അയാൾ തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് രണ്ട് റജുലിനെ കണ്ടാന്ന് കഥ ഹബസഹുമ, അവർ രണ്ടുപേരും ജയിലിലുണ്ടായിരുന്നു. അപ്പൊ കത്തലാഹത്തഹുമ, ഒരാൾ കൊന്നു, എന്താക്കി ഇമാത്തത്താക്കി. വാത്തിലക്കല്ലാഹ, മറ്റൊരാളെ പോയിക്കൊന്നും പറഞ്ഞു, അത് ഹിയാവുമായി. അപ്പൊ നമ്മളെ ചർച്ചാ വിഷയം അതല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ മറ്റൊരാൾക്ക് കൂറാവാൻ കഴിയാത്ത പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് നമ്മൾ റബ്ബിന്റെ വസ്തു. ഞാൻ അയാളെ ജീവിപ്പിച്ചു, മറ്റയാളെ മേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഞാനും റബ്ബാന്ന്. അവന്താക്കി കൊല്ലാതിരിക്കൽ എന്നതിന് ഹിയാന്ന് വിവരിച്ചു. അവന്റെ മക്കൾ നിന്നുള്ള ബുദ്ധിശൂന്യതയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത് റബ്ബിനുള്ള അതല്ല. അപ്പൊ എന്താക്കും, ഇവൻ പോയത്തക്കാരനാണ് തിരിഞ്ഞ്. അപ്പൊ എന്താക്കും മറ്റൊരു ശൈലി. قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب. എൻ്റെ അള്ളാഹ് എൻ്റെ റബ്ബിന് ഒന്നുണ്ട്, സൂര്യൻ എന്താക്കും കിഴക്കുന്ന് പടിഞ്ഞാറോട്ടേക്ക് നൽകിക്കും. അപ്പൊ എന്താക്കും ആദ്യം ഇഷ്ടറാക്ക് ബാധിച്ചെക്കുന്നിട്ടാണ് എന്താക്കിയത് മറ്റൊന്നിലേക്ക് കടന്നത്. ആർക്കും ഇഷ്ടറാക്കിന് കഴിയാത്ത മേഖല എടുത്തിട്ടുണ്ടാകും തിരിച്ചു പറഞ്ഞു. റബ്ബെന്താക്കും ഷംസിനെ മശ്രിഖിൽ നിന്ന് മഗ്രിബിൽ. എന്നാ നീ റബ്ബാണെങ്കിൽ പടിഞ്ഞാറ് ഇങ്ങോട്ടേക്കാക്കി വേണ്ട. അപ്പൊ വൗത്തിയത്ത് മറ്റുള്ള ആളെ തോപ്പിക്കാൻ ആവശ്യമായ ഒരു മുഅറളയാണ് ആദ്യം കൊണ്ടുവന്നത്. ആളെ കണ്ണിപ്പൊടിയിട്ട് വലം തകരം ബിഹിയായിന്റെ മാന എനിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് ഫൽ ഹുജ്ജത്തു അങ്ങോട്ട് പറയാനുള്ള ഹുജ്ജത്ത് അന്നല്ലാഹി ബിശംസി മിനൽ മശ്രിഖ്, മശ്രിഖിൽ നിന്ന് കൊണ്ടുവരുന്നു. അതെങ്ങനെയാ തഹരീഖൻ ഖസരിയൻ, അത് അങ്ങനെ കറങ്ങാൻ പറ്റുള്ളൂ. ആ രൂപത്തിലാണ് ഹർക്കത്ത് ഉണ്ടാക്കിയത്. ഹസ്ബമാ തഖ്തദീഹി മശീഅത്തു, അവന്റെ മശീഅത്ത് അങ്ങനെയാണ് തേടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടാക്കി കൂടാന്ന് വെച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല.
അതിനൊരിക്കലും ഈ ചോദ്യം അടിയും വരുമല്ലോ. സൂര്യൻ അള്ളാഹ് അങ്ങനെ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞാൽ ഇതേ ചോദ്യം അടിയും വരുമല്ലോ, ഇങ്ങോട്ടാക്കി കൂടെ ആക്കാം. മഗ്രിബിൽ നിന്ന് നീ കൊണ്ടുവരണം, തസ്യീറൻ തബഈയൻ, അതിനെ തബഈയായി സഞ്ചരിച്ച്. ഫഇന്നഹു അഹ്വനു ഇൻ കുൻത ഖാദിറൻ, നീ അങ്ങനെ കഴിവുള്ളവനാണെങ്കിൽ അത് എളുപ്പമാണല്ലോ. അലാ മിസ്ലി മഖ്ദൂറാത്തിഹി തആല, അള്ളാഹുവിന്റെ മഖ്ദൂറാത്തിന് തുല്യമായ രൂപത്തിൽ നീ ഹാദിറാണെങ്കിൽ അതും ചെയ്യണ്ടേ. വളരെ 100 സ്പീഡിൽ ബസ് ഇങ്ങനെ വിട്ടിട്ട് ഇത് ബേക്കെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് ചെയ്യണമല്ലോ. ഇത്രയും വണ്ടി എന്താക്കുക, റിവേഴ്സ് എടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയണ്ടേ. അല്ല മുന്നോട്ട് ഓടിക്കാൻ മാത്രം റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ വേറെ കൂട്ടും. അങ്ങനെ ഉണ്ടോ ഡ്രൈവർ ആരെങ്കിലും പറയുന്നത്? വലം യൽതഫിത് അലൈഹിസ്സലാം എന്താക്കിയില്ല, ഇബ്താലി മക്കാലത്തിൽ ലഈൻ, ലഈനിന്റെ മക്കാല പൊളിക്കലിലേക്ക് നീങ്ങിയിട്ടില്ല. ഇത് അവൻ കൊണ്ടുവന്ന തോപ്പിക്കുന്ന ലക്ഷ്യത്തിനെ പൊളിക്കാൻ നിന്നില്ല. കാരണം പൊളിഞ്ഞതാന്ന് അറിഞ്ഞു, പൊളിച്ചതിനെ പിന്നെയും പൊളിയണം. ഇവൻ വിട്ടിത്തം കാട്ടിയതാന്നുള്ളത്. ഈ ദാനം എന്നെ ബുത്തുലാനഹാമിനൽ ജലാഇ വല്ലുഹൂരി, എന്തുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയാണ്. അത് പൊളിക്കാൻ നിൽക്കാതെ ഒന്നുണ്ടാ, പൊളിക്കേണ്ട ആവശ്യമില്ല, മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരി. അതിൻ്റെ ബുത്തുലാനി മിനൽ ജലാഇ വല്ലുഹൂർ വളരെ വ്യക്തമായതിൽപ്പെട്ടതാണ്. ബിഹൈസു ലാ യകാദു യഖ്ഫാ അലാ അഹദിൻ, ഒരാളെ മേലിലും മറിഞ്ഞു കിടക്കാത്ത രീതിയിൽ അതിൻ്റെ ബുത്തുലാനി വ്യക്തമായതുകൊണ്ട് അത് പൊളിക്കാൻ പറഞ്ഞിട്ടില്ല. മറ്റൊരു വാതാബി മിസാലി, വേറൊരു മിസാലിലേക്ക് ഉപർ കൊണ്ടുപോകും. എന്താണത്? അല്ലെങ്കിൽ അതിനെ കൊണ്ട് നേരം കൊണ്ടുപോകും. ലാ യജിദു ലഈന ഫീഹി മജാലൻ ലിതംനീഹി വതൽബീസ്, മറ്റുള്ള ആളെ വഞ്ചിക്കാനോ തോപ്പിക്കാനോ യാതൊരു പ്രവേശന മാർഗമില്ലാത്ത മറ്റൊരു മിസാലിലേക്ക് കടന്നു. അപ്പോൾ ഫഹുവ ഉദൂലുൻ അൻ മിസാലിൻ ഇലാ മിസാലിൻ ആഖർ, അപ്പോൾ ഒരു മിസാലിൽ നിന്ന് മറ്റൊരു മിസാലിലേക്ക് തെറ്റലാണ്. ഇതിന് ലീലാഹി കലാമിഹി, കലാമ് വളരെ വ്യക്തമാകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ബുഹിത്തല്ലദീ കഫറ, അല്ലദീ കഫറ അല്ലാതെ നമ്രൂദ്, നമ്രൂദ് എന്താക്കി, സാറ മബ്ഹൂതൻ മദ്ഹൂസൻ, ഒന്നും ഉത്തരം പറയാൻ കഴിയാതെ തോറ്റ് പാളീസായി മാറി. വാത്ത വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൻ ളാലിമീൻ, അല്ലദീന ളലമു ളാലിമീൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മഫ്ഊൽ വേണ്ടി വരും. അതാണ് അല്ലദീന ളലമു അൻഫുസഹും, അവരുടെ സ്വന്തം നഫ്സിനോട് ദുൽമ ചെയ്തിട്ടുണ്ട്. ബിതഅലീലിഹാ ലിൽ അദാബ്, അല്ലാഹുവിന്റെ അദാബിനെ അതെന്താക്കി, അദാബിലേക്ക് എത്തിച്ചു. ലാ യഖ്ലു ഫീഹിം ഫിഇലൽ ഹിദായ, ഹിദായത്തിന്റെ ഫീല് അവരല്ല പടക്കൂല. വല അതിനകത്ത് ഹിദായത്ത് കാണിച്ചു കൊടുക്കൂല എന്ന അർത്ഥത്തിനല്ല, എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പൊതുവെ അതെല്ലാവർക്കും ഉണ്ടല്ലോ. അല്ല ഞാൻ പണ്ട് പറഞ്ഞ് ഖാസായ ഹിദായത്തും ഉണ്ട്, ആമായ ഹിദായത്തും ഉണ്ട്. ഒരു സ്ഥലത്ത് നമുക്ക് ആയത്തിൽ കുടിച്ചപ്പോൾ പറഞ്ഞില്ലേ, അത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അതേ ഉള്ളൂ. ഒന്നെന്താ, എൻ്റെ മോളെ മങ്ങലുണ്ട്, അല്ലെങ്കിൽ ഇന്നാളെ പെങ്ങളെ മങ്ങലുണ്ട്, ആമായ കത്തെടുക്കും. പ്രത്യേക തങ്ങന്മാരോ ഖാസ ഉസ്താദന്മാരോ ഉണ്ടെങ്കിൽ ഓർത്ത് കാറ് കൊടുത്തയച്ചിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. അത് ക്ഷണം തന്നെയല്ലേ, മറ്റേ ക്ഷണം തന്നെയല്ലേ. ഒന്ന് ആമാണ്, ഒന്ന് ഖാസാണ്. മറ്റോരെന്താക്കുക, വേഞ്ഞിട്ടായ മംഗലപ്പുര അടിയാൻ ചോദിച്ചിട്ട് വന്നോളാം, ഇവിടെ അടിയാൻ മംഗലപ്പുര ഉണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു അങ്ങനത്തെ കുറേ ബഡിലേക്ക് കത്തുന്നു, അത് മാലെല്ലാം കെട്ടിയിട്ട് അടിയിരിക്കും. മറ്റൊരു മംഗലപ്പുര അന്വേഷിക്കണ്ട, കാറ് കൊടുത്തിട്ട് കൂട്ടിയിട്ട് വന്ന് പരക്കേക്ക് എത്തിക്കും. അത് ഖാസായ ഹിദായത്താണ്. ഈ ഖാസായ ഹിദായത്താക്കാൻ അള്ളാഹ്ക്ക് പണ്ടിച്ചെലവില്ലായിട്ടല്ല. എല്ലാവർക്കും കാറയക്കാൻ വലിയ പ്രമാണിക്കാറായിട്ടൂടെ. 1000 ആളെ വിളിച്ച് 1000 കാറ് തയ്യാറാക്കുക, ഓരോരുത്തരും കൂട്ടിയിട്ട് വരിക. അള്ളാഹ്ക്ക് കഴിയുമല്ലോ പോലെ. പക്ഷെ ചിലരെന്താക്കും, ഖാസായ ഹിദായത്തിലാക്കും. ഇവിടെ മംഗലപ്പുരക്കാരൻ ആരും ആക്ഷേപിക്കാറില്ലല്ലോ. ഇന്നാലിന്ന തങ്ങൾക്ക്, ഇന്നാലിന്ന ഉസ്താദിന്, ഇന്നാലിന്ന വലിയന് കാറും കൊടുത്തയച്ച് ഒക്കെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി ആളെ അയച്ച് ചോറും കൊടുത്ത് ആക്കിയിട്ടുണ്ടാക്കി അങ്ങേക്ക് അതിനെ ഓറും പറഞ്ഞയച്ച് നിന്നുകൊണ്ട് ആരും ആശയം പറയാറ് എല്ലാ രംഗത്തുണ്ട്. അതെ. അപ്പൊ ഇവിടെ ഫേലൽ ഹിദായത്ത്, ആമായ ഹിദായത്ത് ഉൾപ്പെടുന്ന ആരുണ്ട്? അബൂജഹലും പെട്ടിട്ടുണ്ട്, നിമ്രോദും പെട്ടിട്ടുണ്ട്, എല്ലാവരും പെട്ടിട്ടുണ്ട്. അതാണ് ഖാസായ ഹിദായത്ത് കൊടുക്കൂല, കാരണം അതിലൂടെ തടസ്സമുണ്ട്. അത് പരലോകത്ത് ചെന്നാൽ ജന്നത്തിലേക്കുള്ള തരീഖ് മനസ്സിൽ കൊടുക്കൂല. വല്ലാത്ത കുരുത്തക്കേട് കാട്ടി ആര്? നമ്രൂദ്.
വാൽഖ ഇബ്രാഹിം അലൈഹിസ്സലാം ഫിന്നാർ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിടുകയും ചെയ്ത്. അപ്പം ബാദഹാദിൽ മഹാജ, ഈ മഹാജക്ക് ശേഷം നമ്മളെ തോറ്റൊന്നും അറിയില്ലേ, എനിക്കാളെ വിൽക്കാൻ പറ്റൂല. സല്ലത്തല്ലാഹു അലാ ഖൗമിഹിൽ ബഊല, അല്ലാഹു തആല ഖൗമിന്റെ മേൽ കൊതുകിനെ അങ്ങട് അയച്ചിക്കാലത്തെ അയച്ച മതി. ചെറുക്കടക്കാർ പണ്ട് പറയലുണ്ട് അഭിമാനം കൊതു കയറാത്ത നാട് എന്ന്. ഇപ്പം നോക്കുമ്പോൾ മുക്കിലും മൂലയിലും കൊതുവാണ്. ഇപ്പം എന്താക്കണം, ബാറ്റിംഗ് ഗെയിം പിടിച്ചിട്ട് തൃശ്ശൂർ പോലാക്കും പോലാക്കണം, ഭയങ്കര ഒച്ചപ്പാട് വെക്കും. ബഊലിനെ അയച്ചൊടിച്ചു. അങ്ങനെ ബഊദ് വന്നിട്ട് പാക്കലത്തിൽ ഇറച്ചിയിൽ വന്ന് സാധാരണ ചോര കുടിക്കലുണ്ട്, ഇറച്ചിന്റെ കുന്നാൻ തുടങ്ങി. വശരിബത് ദിമാഅഹും, അവർ ചോരയും കുടിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ ശക്തമായ കൊതു. ഫലം നമുക്ക് ഇല്ലല്ല നോക്കുമ്പോ എല്ലാം തീർന്നിട്ട് എല്ലല്ലാതെ ഒന്നും ബാക്കിയില്ല, ആ കോലത്തിലായി. വൻ നമ്രൂദോ കമാഹുവ, ഇതുപോലെ ലം യുസിബ്ഹു ശൈഉൻ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഓനങ്ങനെ തന്നെ ഉണ്ട്. അപ്പം പിന്നെ ഇലാഹ എന്ന് വാദിക്കാനുള്ള ഒരു വാദം പോലെയായിപ്പോ കിട്ടിയല്ല. അപ്പൊ ബഅസല്ലാഹു ബഊലതൻ, ഒരു ഒറ്റ കൊതുവിനെ, നേരത്തെ ബഊലാണ് കൊതു വർഗാണ്, ഇത് ഒറ്റ സിംഗിൾ. ഫദഖലത് ഫീ മൻഖദി, അവന്റെ മൂക്കിലേക്ക് കയറി, മൂക്കിലേക്ക് ഒരു ഫക്കാന റഅസു തദ്ബിൽ മതാസന, അതിനെ പുറത്താക്കാൻ വേണ്ടി തല കൊണ്ടപ്പോൾ ചുറ്റി കൊണ്ടടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ചാടട്ടെ, അതതിനോട് കയറി അടക്കൂടി. അങ്ങനെ ബഹുവല്ലവി, അത് ആ രൂപത്തിലാണ് അല്ലാഹു തആല എനിക്ക് ശിക്ഷ കൊടുത്തത്. അപ്പൊ കേറിയ കൊതുവിനെ കീക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബഹുവല്ലവി ബനാ സർഹൻ ഇലസ്സമായി ബിബാബിൽ, ബാബിൽ എന്ന സ്ഥലത്ത് ആകാശത്തിലേക്ക് മുട്ടുന്ന വലിയൊരു ഗോപുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചില രാജാക്കന്മാരുണ്ടാക്കുന്ന പോലെ. ഇതിനെ അല്ലാഹു ബുഞ്ഞാനഹും, അത് അള്ളാഹിനെ പിടിക്കാൻ തന്നു. അപ്പൊ അല്ലാഹു തആല എന്താക്കാൻ അടിത്തറ തന്നെ പൊടുക്കി കളഞ്ഞു. അടിത്തറ അങ്ങനെ മറിഞ്ഞു കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഗോപുരം കാണൂല, അടിത്തറ ഇളക്കിയത്. അത് ഖുർആൻ തന്നെയല്ല, ഫഅല്ലാഹു ഇതേ ആയത്ത് ഫഖറ അലൈഹിം വസഖൂഹും മിൻ ഫൗഖിഹിം. കുറച്ചുകൂടെ പോങ്ങിപ്പോട്ട് മടിയുണ്ടെങ്കിൽ നിർത്തണം, എനിക്ക് വേണ്ടിയില്ല. അപ്പൊ ഒരു കിസ്സ കഴിഞ്ഞു. അപ്പം എല്ലാം റബ്ബാന്ന് വാദിച്ചാക്ക് കൊതുവിന്റെ മുമ്പിൽ തോക്കേണ്ടി വന്ന് ഖലീൽ അലൈഹിസ്സലാമിന് മുമ്പിൽ തോറ്റപ്പോ ഞാൾത്താനോ മറുപടി തീരിടാൻ തീരുമാനിച്ചു. കൊതുവിന്റെ മുമ്പിലാ തോറ്റത്. ഇനി മറ്റൊരു കിസ്സ, 3 കിസ്സ പറഞ്ഞു. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ അത്ഫുൻ അലാ ഖൗലി അലം തറ. അതെന്താ, ആദ്യം അലം തറ ഇലല്ലദീ, നമ്രൂദിനൊക്കെയുള്ള നോക്കുന്നില്ലേന്ന്. ഇനിയോ അലം തറ, ഒന്നില്ലേ മർറ അലാ ഖറിയത്തിൻ, ഒരു കറിയയിൽ കൂടി അദ്ദേഹം നടന്നുപോയി. പറയട്ടെ, ആ കറിയന്റെ അവസ്ഥ എന്താ, മഹിയ ഖാവിയത്തുൻ അലാ ഉറൂശ്, അതൊക്കെ മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആ കറിയതെന്ന് പറയും, എന്തുകൊണ്ട് തരിപ്പണമായി എന്നും പറയും, പോയ ആളും പറയണം, എല്ലാം മരണത്തിനല്ലേ. എന്നിട്ടോ കാല, അദ്ദേഹം പറയുന്നു, അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഇത്രമാത്രം തരിപ്പണമായ ഈ നാട് അല്ലാഹു തആല ഹയാത്താക്കുമോ? അള്ളാഹ്ക്ക് കഴിയുമെന്നല്ല, അള്ളാഹ്ക്ക് തീരെ ഒന്നുമില്ലാത്ത കാലത്ത് ഹയാത്താക്കിയിട്ടില്ലേ? അല്ല, ആദ്യം ഒരു കാലത്ത് വരുമ്പോ ശൂന്യമായിട്ട് വെറും മൈതാനിയ സ്ഥലത്തല്ല ഇപ്പം കെട്ടിടങ്ങളൊക്കെ ഉള്ളത്, എയർപോർട്ടുള്ളതും അല്ല. അപ്പൊ ഇനി ഇത് തകർന്നതിന് ശേഷം വീണ്ടും കഴിയുന്ന വെച്ചാൽ ആദ്യത്തെ തവണ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അത് മൂപ്പറെ കൊണ്ട് തന്നെ കാണിച്ച് 100 കൊല്ലം അദ്ദേഹത്തിന് അല്ലാഹു തആല മരിപ്പിച്ച്, സുമ്മ ബഅസഹു, അങ്ങനെ 100 കൊല്ലം കഴിഞ്ഞിട്ട് ഹയാത്താക്കി. കേട്ടാ, അതാ സംഭവം. ഇനി നോക്കാം. അതിന് തുല്യമായി ഒന്നിപ്പം കണ്ടിട്ടില്ല. അപ്പൊ താജ്ജുബാണെങ്കിൽ അതുകൊണ്ട് ഇതിന് അജബുണ്ടോ? വൽ മാറു, ആ മറ എന്ന് പറഞ്ഞ ഫായിലില്ലേ, അതാരാണ്? ഉസൈർ ഇബ്നു ശർഹിയ എന്ന് പറഞ്ഞ ആളാണ്. ഉസൈർ
ജൂതന്മാർ പറഞ്ഞില്ലേ ഉസൈർ അള്ളാന്റെ മോനാന്ന്, ആ ഉസൈർ. അറിയ ഏതാണ്? ബൈത്തുൽ മുഖദ്ദസാണ്. അലൽ അഷ്ഹർ, പ്രസിദ്ധമായ കോലപ്രകാരം ബൈത്തുൽ മുഖദ്ദസാണ് ആ കറിയ. എന്താ ഇവിടെ സംഭവം ഉണ്ടായത്? റവിയ അന്ന ബനി ഇസ്രായേൽ ലമ്മാ ബാലഗു ഫീ തആത്തി ശർരി, ഷർറിനെ പ്രവർത്തിക്കുന്നതും ഫസാദിനെയും പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ബനു ഇസ്രായേൽ അതിര് കടന്നു. ഈ അവസരം സല്ലത്തല്ലാഹു മുഫ്തൻ നസറുൽ ബാബിലി എന്ന് പറഞ്ഞ രാജാവിന് അല്ലാഹു തആല എന്നൊക്കെ അധികാരം കൊടുത്തു. ആ മറ്റേ മുഫ്തൻ നസർ നേരത്തെ പറഞ്ഞില്ലേ, അവൻ നിമ്രോദിന് ശേഷം ഫസാറ ഇലൈഹിം ഫീ 600,000, അങ്ങനെ 6,00,000 പട്ടാളക്കാരെയും കൂട്ടിയിട്ടൊക്കെ ബനു ഇസ്രായേലിന്റെ മേൽ കയറിയിട്ട് ഹത്താ വത്തിയ ഷാമിലേക്ക് പ്രവേശിച്ചു. വഖറബ ബൈത്തുൽ മുഖദ്ദസിനെ എന്താക്കി? ഖറബാക്കി. വസബഅ മിൻഹും 100,000 ഗുലാമിൻ യാഫീൻ, നല്ല ചുറുക്കായ ചെറുപ്പക്കാരെ 1,00,000 ആളുകളെ അറസ്റ്റ് ചെയ്തു. വകാന ഉസൈർ മിൻ ജംലത്തിഹിം, ആ അറസ്റ്റിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു ആര്? ഉസൈർ. ഫലമ്മാ നജ്ജാഹുല്ലാഹു മിൻഹും ബഅദഹിൻ, കുറച്ചു കാലത്തിന് ശേഷം അതിൽ രക്ഷപ്പെട്ടു ഉസൈർ. മർറ ബിഹിമാരിഹി അലാ ബൈത്തുൽ മുഖദ്ദസ്, ഹിമാറിനെയും കൂട്ടിയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ കൂടെ യാത്ര ചെയ്തു. നോക്കുമ്പോൾ ബൈത്തുൽ മുഖദ്ദസ് തകർത്തിട്ട് എല്ലാം ഒന്നുമല്ല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ, മറ്റേ ഇറാഖിലും മറ്റും ആക്കിയ പോലെ. ഫറആഹു അലാ അഫ്ളഇ മറൻ, കണ്ട സഹിവരാത്ത കോലത്തിലാണ് അതിനെ കണ്ടപ്പെട്ടത്. വാഹശ മന്ദരി, ഒരു ഇനാസിന്റെ വസ്തുവില്ല, എല്ലാം പൊള്ളിച്ച് തരിപ്പണമാക്കി. വദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു പറഞ്ഞത് വഹിയ ഖാവിയത്തുൻ അലാ ഉറൂസിഹാ എന്ന് പറഞ്ഞത്. ഐസാഖിയത്തുൻ അലാ സൂഖ്, വലിയ വലിയ കെട്ടിടങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാ ബിഅൻ സഖറത്തിൽ ഉറൂസു, ഉറൂസ് ഏതാണ്? മേലെയുള്ള മച്ചി, മുകളിലെ സ്ലാബില്ലേ അത്. സുമ്മൽ ഹീത്താന്, പിന്നെ ചുമരി. സഖറത്ത് അലൈഹ, ചുമര അതിൻ്റെ മുകളിൽ വീണു. അപ്പം നേരെയുള്ള സാധനം അടിയിലത്തെ അതിനുള്ള ചുമര്, പിന്നെ തറ, ഇങ്ങനെയുള്ള അടിമർച്ച. അതാ ഈ ഖാവിയത്തുൻ എന്ന് പറഞ്ഞ പേരെന്താണ്? മിൻ ഖവത്തിൽ മർഅതു, ഖവത്ത് എന്ന് വെച്ചാൽ ഒരു പെണ്ണുങ്ങള് പ്രസവിച്ചു കഴിഞ്ഞാൽ ഖവത്തിൽ മർഅതു എന്ന് പറയും. ഇതൊക്കെ ബാറ്റിലുള്ളത്, ഗർഭാശയത്തിലുള്ളത് പുറത്തുപോയി. അതാണ് ഖലാ ജൗഫുഹ ഇൻദൽ ബിലാദ, പ്രസവിക്കുന്ന നേരത്തെ ജൗഫ് ഖാലിയ ഇല്ലേ, അതിൽ നിന്നാണ് ഖവ. ഖവത്തിദ്ദാറു എന്ന ഖിവ എന്ന ബിൽ മദ്ബി ഖവൽ ബൈത്തു എന്നൊക്കെ പറഞ്ഞാൽ ഖവൻ, അതുപോലെ ഖവാൻ മദ് കൊണ്ടും പറയാം കസ്ർ കൊണ്ടും പറയാം. ഏതാ മദ്? ഖവാൻ. മറ്റൊന്നോ ഖവൻ സഖത, പൊളിഞ്ഞു വീടുന്നു. വമാ അമറു മിൻ മൻസിലിൻ ദല്ല ഖാവിയ, നമുക്ക് ഞാൻ പഠിപ്പതില്ല. വമാ അമറു മിൻ മൻസിലിൻ ദല്ല ഖാവിയ. വൽ അർശ് എന്ന് പറഞ്ഞതാ അല ഉറൂഷിഹാനെ പിടിച്ചൊരു അർശുണ്ടല്ലോ. ഈ അർശ് ഏതാണ്? സഖഫുൽ ബൈത്ത്, മേലെയുള്ള മച്ച്. വയുസ്തഅമലു ഫീ കുല്ലി മാ ഹുയ്യ ലിയസ്തദില്ല ബിഹി, തണൽ കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കുന്ന എന്തിനും അർശ് എന്ന് പറയും. 4 തൂണും കുഴിച്ചിട്ട് മുകളിൽ പണിതിട്ടാൽ അർശ്. അവിടെ കാറ് നിൽക്കാൻ വേണ്ടി 2 തൂണും കുഴിച്ചിട്ട് മുകളിൽ ഒരു സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് അർശ് പറയും. ഇവർക്കതെല്ലാം പൊളഞ്ഞ തരിപ്പണമായി നാമാവശേഷമായി ആ കറിയ. കാല മൂപ്പർ പറഞ്ഞ് അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ, യുഹ്യിന്റെ ഫായിലാണ് ഇത് അല്ലാഹു. അന്നാ യുഹ്യില്ലാഹു ഹാദിഹി എന്ന തർത്തീബ് പറഞ്ഞാലുണ്ടായില്ലേ, ബഅദ മൗതിഹാ, ഇത് മരിച്ചില്ലേ പട്ടണം. ഐ യഅ്മുറുല്ലാഹു ഹാദിഹിൽ ഖറിയത ബഅദ ഖറാബിഹാ ല ഹാദൽ വജ്ഹ്, ഈ കാണുന്ന കോലത്തിൽ ഈ പട്ടണം തകർന്ന് തരിപ്പണമായതിനു ശേഷം ഇനി ഇതിന് ഒരു ഇമാറത്തുണ്ടോ? ലം യകുൻ വലാ സബീലി ശക്ക ഫിൽ ഖുദ്റ, അല്ലാഹു തആലക്ക് ഖുദ്റത്തിൽ സംശയം കൊണ്ട് പറയുന്നതല്ല, ആദത്താണ്. അള്ളാഹ് ചോദിച്ചപ്പോൾ ഞാൻ ഈ പട്ടണം ഒന്നുമില്ലാത്ത കാലത്ത് ഈ പട്ടണം പോലെ ആക്കിയിട്ടില്ലേ? ഇപ്പൊ ഏത് പട്ടണം എടുത്തു നോക്കുക, ആദ്യം എന്താണ്? ബർഹാലി ഭൂമിയല്ലേ. ആദത്തനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോഴെന്താക്കി? അല്ലാഹു തആല മൂപ്പറെ മരിപ്പിച്ച്. ശിക്ഷയല്ലേ, ഓറെ തന്നെ ഒന്ന് ഹയാത്താക്കി കാണിച്ചു കൊടുക്കുക. ജഅലഹു മയ്യിതൻ 100 ആമിൻ, 100 കൊല്ലം
റബിയ അന്നഹു ലമ്മാ ദഖലൽ ഖറിയത, ആ ഖറിയയിലേക്ക് മൂപ്പര് കയറിയപ്പോൾ നസല തഹത ളില്ലി ഷജറത്തിൻ, ഒരു മരത്തിന്റെ തണലിൽ മൂപ്പർ ഇറങ്ങി. വഹുവ അലാ ഹിമാരിഹി, മൂപ്പർ ഹിമാറിന്റെ മുകളിൽ തന്നെയുണ്ട്. ഫറബത ഹിമാറഹു, ഹിമാറിനെ പിടിച്ചു കെട്ടി. വതാഫ ഫിൽ ഖറിയ, ഖറിയിൽ ഇങ്ങനെ ചുറ്റി നടന്നു. ബുസ്തൻ നസറാക്കിയ ഈ തകർന്നത്. വലം യറ ബിഹാ അഹദൻ, നോക്കുമ്പോൾ ആരും അവിടെ കാണാനില്ല. വഖാല മാക്കാല, അത് അപ്പോഴാണ് പറഞ്ഞത് അന്നാ യുഹയി ഹാദിഹില്ല, ആ പറഞ്ഞ വാക്ക് അപ്പോഴാണ് പറഞ്ഞത്. കാലമാക്കാല മനസ്സില്ല. വനാമ, മൂപ്പർ ഉറങ്ങി. ഫഅമാതഹുല്ലാഹു ഫീ മനാമിഹി, മനാമിൽ മൂപ്പർ അല്ലാഹു തആല മരിപ്പിച്ച്. വഹുവ ശാബ്, ശാബായ രീതിയിൽ തന്നെ മരിപ്പിച്ചു. വകാന മഅഹു ശൈഉൻ മിനത്തീനി വൽ ഇനബി വൽ അസീർ, മൂപ്പർക്ക് ഭക്ഷണമായിട്ട് അത്തിപ്പഴം ഉണ്ടായിരുന്നു, മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് കുടിക്കാനുള്ള ജ്യൂസും ഉണ്ടായിരുന്നു അല്ലേ. വകാനത്ത് ഹാദിഹിൽ ഇമാതത്തു ഇബ്റതൻ, ഈ ഇമാതത്ത് എന്ന ശിക്ഷയല്ല, ഇബ്റത്താണ്. ഇബ്റത്ത് വെച്ചാൽ ഒരാളെ മരിപ്പിച്ചിട്ട് വീണ്ടും ഹയാത്താക്കി കാണിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് പട്ടണങ്ങളും. ആദ്യം ഇല്ലായ്മ എന്നൊരാളെ പഠിച്ചു, എന്നിട്ട് അവർക്ക് പല കൂപത്തുകളും കഴിവുകളും യോഗ്യതകളൊക്കെ കൊടുത്തു മരിപ്പിച്ച്, പിന്നെ അതാ ഇബ്റത്ത്. അങ്ങനെ ഹിമാറിനെയും മരിപ്പിച്ചിട്ടുണ്ട്. ثم عمى الله عن جسده أبصار الإنس والسباع والطير, അല്ലാഹു തആല കുരുടാക്കി. ഇതിനെ അവരുടെ ജസദ് ആരും കാണാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ് വെച്ചെടുക്കുന്നത്? ഹിമാറിനെയും കാണുന്നില്ല. അടക്കൽ ബൈബോന്നുണ്ടാകും, ആരും ഇത് കാണുന്നില്ല, ശ്രദ്ധിക്കുന്നുമില്ല. അബ്സാർ അൽ ഇൻസി, മനുഷ്യന്മാരും, വസ്സിബായി, പൊടിമൃഗങ്ങളും കാണുന്നില്ല, വത്തയർ, പക്ഷികളും കാണുന്നില്ല, എല്ലാം കൊത്തിത്തൊന്നുമില്ലേ, അങ്ങനെ നടക്കുന്നു. ഫലമ്മ തമ്മത്തിൽ മിയത്തു മിൻ മൗത്തിൽ ഉസൈർ, അവരുടെ മരണം അത് 100 കൊല്ലം പൂർത്തിയായപ്പോൾ അഹിയാഹുല്ലാഹ്, അല്ലാഹു തആല വീണ്ടും ഹയാത്താക്കി. വദാലിക ഖൗലു സുമ്മ ബഅസഹു എന്ന് പറഞ്ഞ വാക്കാണ്. ബഅസ എന്ന് പറഞ്ഞാൽ എന്തായി? ഹയാത്താക്കൽ എന്നല്ല, ഉള്ളതുപോലെ എണീപ്പിക്കല്. അല്ല ഖബറിൽ നിന്ന് ഹയാത്തല്ലല്ലോ, ബഅസ് എന്നല്ലേ പറയുള്ളൂ. ഐ ബഅസ്തു മിൻ സാഖത്ത് നാക്കത്ത ഇതാക്കംതഹു മിൻ മക്കാനിഹ, ഒരു ഒട്ടകം ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ അതിനെണീപ്പിച്ച് നിർത്തിയാൽ എന്താ പറയും? ബഅസ്തു നാക്കത്താന്ന് പറയും. എന്നതുപോലെ മരിച്ച അതേ പാഠം കൊണ്ട് എണീപ്പിച്ച്. യൗമൽ ഖിയാമത്തി യുസമ്മ യൗമുൽ ബഅസ്, ഖിയാമത്ത് നാളിനെ പറ്റി യൗമുൽ ബഅസ് എന്ന് പറയാറുണ്ടല്ലോ. അതിനർത്ഥം എന്താ? ലിഅന്നഹും യുബ്അസൂന മിൻ ഖുബൂരിഹിം, ഖബറിൽ നിന്ന് അങ്ങനെ തന്നെ എണീപ്പിക്കലാണ്. വഇന്നമാ ഖാല സുമ്മ ബഅസഹു എന്ന് പറഞ്ഞതിന് വലം യകുൻ സുമ്മ അഹിയാഹു എന്ന്, അഹിയാഹുവിന് പകരമാണ് സുമ്മ ബഅസഹു. ലിഅന്ന ഖൗലഹു സുമ്മ ബഅസഹു തദുല്ലു അലാ അന്നഹു ആദ കമാ കാന അവ്വലൻ, ആദത്തിലുള്ള അതേ കോലത്തിലായിരുന്നു. ആദ്യം എന്തെല്ലാം ഉണ്ടോ യോഗ്യതകളെല്ലാം ഉണ്ട്. എത്ര വരെ എന്ന് പറഞ്ഞാൽ തൗറാത്ത് മൂപ്പർ ഹാഫിളായിരുന്നു. ഒരാൾക്കും തൗറാത്ത് കാണാപ്പാടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നമുക്ക് എളുപ്പം തൗറാത്ത് കാണാപ്പാടാക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ടോ ഉസൈർ കാണാപ്പാടാക്കിയിരുന്നു. 100 കൊല്ലം കഴിഞ്ഞിട്ട് ഉസൈർ വന്നിട്ട് പണ്ടത്തെ ഉസൈറാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇത് വേറെ ഏതോ ആളാണ്. പണ്ടത്തെ ഉസൈറിൽ തൗറാത്ത് കാണാപ്പാടുണ്ടായിരുന്നു. അകഞ്ഞാനി തൗറാത്ത് പഴയ ഓർജാട്ടൊന്ന് അവനൊന്നിൽ ഓതി കൊടുത്തു. അപ്പം ഒറിജിനൽ ഉസൈർ തന്നെയാണെന്ന് വന്നു. അതല്ലേ നമ്മൾ അക്സാമയിട്ട് പറഞ്ഞില്ലേ? ബിമൻ ഖറഅ അത്തൗറാത അൻ ളഹരി ഖൽബിഹി വമാ കാനത്തി അത്തൗറാതു തുഖറഉ അൻ ളഹരീൻ. ഓരോ അമ്പയാക്കളെ കൊണ്ട് തവസ്സുലാക്കി ഹുസൈനാണ് എത്തിപ്പോ ബിമൻ ഖറഅ അത്തൗറാത അൻ ളഹരി ഖൽബിഹി, കാണാപ്പാടം തൗറാത്ത് ഓതിയ ഒരാളുണ്ട്, അതായത് ഹുസൈർ. അത്തരത്തിൽ വമാകാനത്തി തൗറാത്ത് തുഖറഉ അൻ ളഹരി, മനപ്പാടം ഖുർആൻ തൗറാത്ത് കാണാപ്പാടാക്കാൻ കഴിയാത്ത അവസരത്തിലാണ്. അപ്പൊ ഉള്ളതുപോലെ എല്ലാ യോഗ്യതയോടും കൂടി എന്താക്കി ഭാഷ എന്ന് പറയുമ്പോൾ അവൻ ഭാഷയിൽ എന്തിന്റെ അർത്ഥം കൂടുതലുണ്ട്. അയ്യ എന്ന് പറഞ്ഞ ജീവൻ കൊടുക്കല്ലേ കൊണ്ട്, എന്നിട്ട് ആള് ശൂന്യമായാലും മതിയില്ല, പൊട്ടനായാലും മതിയില്ല, ആ കൊലത്തിൽ കൊണ്ടാണ്. അതാ ഹയ്യൻ ആഖിലൻ ഫാഹിമൻ എല്ലാം ഉണ്ട്. ഹയാത്തുണ്ട്, ഫഹ്മുണ്ട്, അഖലുണ്ട്. മുസ്തഇദൻ ലിന്നദ്രി വൽ ഇസ്തിദ്ലാൽ ഫിൽ മആരിഫിൽ ഇലാഹിയ്യ, ഇലാഹിയായ മാരിഫത്തിൽ നദറും ഇസ്തിദ്ലാലും ചെയ്യാനുള്ള എല്ലാ കഴിവുകളും കൊടുത്തുകൊണ്ടാണ് ഹയാത്താക്കുന്നത്. വലൗ കാല സുമ്മ അഹിയാഹു എന്ന് പറഞ്ഞാൽ ലം തഹ്സുൽ ഹാദിൽ ഫവായിദ്, ഈ ഫവായിദ് കിട്ടൂല. മറ്റാക്ക് ഹയാത്ത് കിട്ടിയേ വരുള്ളൂ. അതന്നെ
എല്ലാം ഉണ്ടല്ലോ, ഉണ്ടല്ലോ ചോദ്യം ചെയ്യുന്നത്. വാല എന്നിട്ടോ കം ലഭിസ്ത, എത്ര കാലം കഴിഞ്ഞുകൂടി എന്നൊരു ചോദ്യം അവരോട്. കം യൗമൻ ഔ വഖതൻ, ഒന്നെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞു അല്ല എത്ര സമയം കഴിഞ്ഞു. സമയം കഴിയുമ്പോൾ യൗമിന്റെ ബഹളായി. യാ ഉസൈർ, ഉസൈറെ എത്ര കാലം കഴിഞ്ഞു. ഇതിനാ ലിഹാത്ത, കൃത്യമായി പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത് കം ലഭിസ്ത ചോദ്യം. അത് ഈ ഹയാത്താക്കല് ആദത്ത് പ്രകാരം കഴിയൂലെന്നൊരു കഴിഞ്ഞു പോയാ. എന്നിട്ട് അപ്പൊ ഹയാത്താക്കാൻ കഴിയില്ല എന്നുള്ള ഇസ്തിബാദ് ലാഭത്തിനനുസരിച്ച് ആ ധാരണയെ അങ്ങോട്ട് മറട്ടെ. അപ്പൊ ഇവിടെയും ചോദിക്കാല്ല, ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരാളെ എങ്ങനെ ജീവി കൊടുക്കാന്ന് പറയൂലേ. വയത്തലിയാല അമ്രിനാഹറമീൻ ബദായി ആസാദി കുദറത്തിഹി തആല, അള്ളാഹുവിന്റെ കുദറത്തിന്റെ ആസാറിൽ നിന്ന് അത്ഭുതകരമായിരുന്നു കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. വഹുവ ഇബ്ഖാഉൽ ഗിദായിൽ, മറ്റൊന്നെന്താണ് ഇബ്ഖാഉൽ ഗിദായിൽ മുത്തസാരിൽ ഫസാദി, ഫസാദിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്ന ഭക്ഷണ സാധനമാണ് ഇത് തീനും പിന്നെ ഇനബും അസീറും. അസീർ പൊളിച്ചിട്ട് പോകും, മറ്റെല്ലാം കേടി വരും. ഈ 100 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല. ഇതൊന്നും മൂപ്പർ കാണിച്ചു കൊടുക്കുകയും വേണം. അതാണ് ദഹ്റൻ തവീല മിൻ ഗൈരി തഗ്യീർ, ഒരു തഗ്യീറുമില്ലാതെ ദഹ്റൻ തവീൽ കഴിഞ്ഞുകൂടിയിട്ട് കാണിച്ചു കൊടുത്തതാവും. അപ്പുറം പറയുന്നുണ്ട് നിങ്ങളെ ഭക്ഷണം നോക്കിയാട്ടെ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ബാലാണ് കഴിഞ്ഞുകൂടിയത്. അതാ നേരത്തെ പറഞ്ഞത് യൗമൻ ഔ വഖതൻ. ഖാല, അത് പറഞ്ഞത് ബിന എന്നല്ല തക്രീബി എന്നുള്ള കൃത്യം ഒരു ദിവസമോ ബാലയോമെന്നല്ല, ഏതാണ്ട് തക്രീബാണ്, തഖ്മീൻ. അല്ലെങ്കിൽ അവിസ്തഖ്സാർ അല്ലെങ്കിൽ മുദ്ദത്തിൽ അഭിസി, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലം വളരെ പരിമിതമാണ് എന്ന് കാണിക്കാനായിരിക്കണം. ഖാല, അല്ലാഹു തആല പറയുന്നു മാ ലബിസ്ത ദാലിക്കൽ മിഖ്ദാറ, നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു ദിവസമോ ബാദുൽ യൗമോ അല്ല, ബൽ ലബിസ്ത മിയത ആം, 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യതആം യാനി കുൻത മയ്യിതൻ ഹാദിഹിൽ മുദ്ദ, ഈ 100 കൊല്ലം നിങ്ങൾ മയ്യിത്താണ്. ഇനി ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന, ഫൻദുർ ലിതുമായിന അംറൻ ആഖറ മിൻ ദലായിലി ഖുദ്റത്തിനാ, നമ്മുടെ ഖുദ്റത്തിന്റെ ദലായിൽപ്പെട്ട മറ്റൊരു കാര്യം കാണിച്ചാൽ നോക്ക്. നിങ്ങൾ തആമു ശറാബും നോക്ക്. തആമെന്തെല്ലുണ്ട്, നേരത്തെ തീനും ഇനബും ഉണ്ടായിരുന്നു, ശറാബോ ജ്യൂസും ഉണ്ടായിരുന്നു. ലം യതസന്ന, അതിന് ഒരു പകർച്ചയും പറ്റിയിട്ടില്ല, ഒരു പകർച്ചയുമില്ല. ഐ ലം യതഗയ്യർ ഫി ഹാദിഹിൽ മുദ്ദത്തിൽ മുതഫാവില, 100 കൊല്ലത്തെ കാലം കഴിഞ്ഞിട്ടും ഒരു തഗയ്യുറും വന്നില്ലല്ലോ. നിങ്ങൾ നോക്ക്. മാ തദാഇൽ ഫസാദ്, ഫസാദിലേക്ക് എത്തലാണല്ലോ സാധാരണ സ്വഭാവം ഉണ്ടായത്. മോശമായി പോയില്ലേ. റുബിയ അന്നഹു വജദ തീനഹു വഇനബഹു കമാ ജുനിയ, അതാ റിവായത്ത് വന്നിട്ടുണ്ട്, അവരുടെ അത്തിപ്പഴവും ആ മുന്തിരികയും ഇപ്പൊ കൊലയിന്ന് പറിച്ചെടുത്തത് പോലുണ്ട്. കമാ ജുനിയ വഅസീറഹു കമാ ഉസറ, അസീറാണെങ്കിലോ പിഴിഞ്ഞെടുത്ത സമയല്ലേ, ആ സമയത്ത് ഫ്രഷാണ്. അപ്പൊ ആടെല്ലാം യതഗയ്യർ എന്ന് പറഞ്ഞാൽ പോലെ ചോദ്യമുണ്ട്. എല്ലാം യതസന്നഹിന്റെ ആടെല്ലാം യതഗയ്യർ എന്ന് പറഞ്ഞാൽ ആടെന്താണെന്നറിയോ, വസ്തിഇമാലു ലം യതസന്നഹ് എന്ന് പറഞ്ഞാൽ ഫീ മാന ലം യതഗയ്യറിന്റെ മാനാക്കാനുള്ളത്. ലം യതഗയ്യർ എന്ന് പറഞ്ഞാൽ പോലെ അത് മിൻ ഖബൽ ഇസ്തിമാലിൽ ലഫ്ലി ഫീ ലാസിമി മാനാഹു, ഒരു ലഫ്ദിനെ മാനന്റെ ലാസിമിൽ പ്രയോഗിക്കല്. ഉദാഹരണത്തിന് ഷംസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതിന്റെ ഹഖീഖത്ത് മാന സൂര്യനാകുന്ന ഗോളയല്ലേ, അതിന് വെയിൽ എന്നർത്ഥം വെക്കലുണ്ട്. ഇത് ഷംസിൽ ഉണക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വെയിലത്തിട്ട് ഉണക്കുക എന്നാണ്. അപ്പൊ ഷംസിന്റെ ലാസിമാണ് ഇത് വെയില്. അത് മനസ്സിലായ.
അപ്പം ലം യതസന്നഹ് എന്ന് പറഞ്ഞത് ലം യതഗയ്യറിന്റെ മാനാക്കാണ്. അത് ലാസിമ്. എന്തുകൊണ്ട്? ലിഅന്നൽ മാനൽ അസ്ലിയ്യ ലിഖൗലിനാ തസന്നഹ എന്ന് പറഞ്ഞാൽ തസന്ന മർറത്ത് അലൈഹി സിനൂൻ വൽ അഅവാം, കുറേ കൊല്ലങ്ങൾ അതിൻ്റെ മോള് കഴിഞ്ഞു പോയി എന്നാണ് ലം യതസന്റെ. അപ്പൊ അതിനാൽ ലാസിമായിട്ട് എന്ത് വരും? തഗയ്യുർ വരും. ആ തഗയ്യുർ അപ്പൊ 100 കൊല്ലം കഴിഞ്ഞിട്ട് പോലും തഗയ്യുർ വന്നിട്ടില്ല എന്ന് വരണമെങ്കിൽ എന്ത് വേണം? ലം യതസന്നഹ് തന്നെ പ്രയോഗിക്കണം. ലം യതഗയ്യർ എന്ന് പറഞ്ഞാൽ അത് വരില്ല. കാലത്തിലേക്ക് കടക്കണം. ലം യതഗയ്യർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? വരും തഗയ്യുർ എന്നല്ലേ വരുള്ളൂ. വൻദുർ ഇലാ ഹിമാരിക, നിങ്ങളെ ഹിമാറിലേക്ക് നോക്ക്. മൂന്നാമത് എന്താ? കൈഫ നുസ്റത്ത് ഇളാമുഹു, അതിൻ്റെ എല്ലുകളെല്ലാം അലിഞ്ഞിട്ട് മണ്ണിലേക്ക് ചേർന്നിട്ടുണ്ട്. വതഖത്തഅത ഔസാലുഹു, അതിൻ്റെ ജോയിന്റുകളുണ്ടല്ലോ ഓരോ മുട്ടുകാലിലേക്ക്, അതെന്താണ്? എല്ലാം പിരിഞ്ഞിട്ടുണ്ട്. വതമസ്സഖത്, ഭിന്ന ഭിന്നമായിട്ടുണ്ട്. അതിലേക്ക് നോക്ക്. ലിയതബയ്യൻ ലക, അപ്പം ആദ്യം മൂപ്പറ ഹയാത്താക്കിയിട്ടാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. എല്ലാം പിന്നെ വന്നു എന്ന് പറഞ്ഞ അർത്ഥമില്ലല്ലോ. അതാ നിങ്ങൾ ദീർഘകാലം കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് തെളിയിക്കാനാണ് ഈ ഒട്ടകം, ഈ ഹിമാർ ഈ കോലത്തിലായല്ലോ. മറ്റേ നോക്കിയാൽ അത് തിരിയില്ല. അതുകൊണ്ട് അവസ്ഥ വന്നിട്ടില്ലല്ലോ. അതന്നെ നിങ്ങളെ നഫ്സിൽ നിന്ന് തുമനീറ്റ് വരാനും മാത്രമല്ല ജനങ്ങൾക്ക് ഒരു ആയത്താകണം. കാരണം 100 കൊല്ലം മരിച്ചു കിടന്നിട്ട് അള്ളാഹുള്ളതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ 100 കൊല്ലം കറത്തി കിടന്നാലെന്താക്കും? ഇതേ അള്ളാഹിന് ഒരൊറ്റ ജന്മം കൊടുത്തിട്ട് എന്താക്കും? അപ്പം എന്ന പോലെ ആലിമായിക്കൊണ്ട് വരുന്നു, ജാഹിലായിക്കൊണ്ട് വരുന്നു, അല്ല കൊലത്തിൽ പറ്റും. ഇത് ഇബ്രാഹിം മിസാലാണ്. അതായത് നിങ്ങളെ ഹയാത്താക്കലും നിങ്ങളെ ഹിമാരിനെ ഹയാത്താക്കലും അതുപോലെ ഹിഫ്ദുമാ മഅക മിന തആമി വശറാബ്, തആമ് ശറാബിനെ പകർച്ചയില്ലാതാക്കലും ലിനജഅലക ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്കൊരു ആയത്താകണം. ബിഅൻ യുശാഹിദൂക, ജനങ്ങളെന്താക്കും? നിങ്ങളെ കാണും. വയഖുദു മിൻകൽ ഇബ്റ വൽ ഇലാത്ത്, ഇബ്റത്തും ഇലാത്തും നിങ്ങൾ കണ്ടിട്ട് പഠിക്കും. വൻദുർ ഇലൽ ഇളാം, ഇളാമിലേക്ക് നോക്ക്. ഏതായ ഹിമാറിൻ്റെ كيف وانظر إلى عظام الحمار لتشاهد كيفية الإحياء في غيرك, മറ്റുള്ളവരിൽ ഇഹ്യാഇന്റെ കൈഫിയത്ത് കാണിക്കാൻ ബഅദമാ ഷാഹദഹു ഫീ നഫ്സി, നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ എല്ലുകൾ ചതച്ചു കൂട്ടുന്നത്. ഓക്കെ, എന്നിട്ടോ കൈഫ നുൻഷിസുഹാ, അതിനെ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് നോക്കണേ. നോക്കിയിട്ടോ ഭൂമിയിൽ നിന്ന് എന്താക്കും? ഇതെല്ലാം കൂടെ ശേഖരിച്ചു കൊണ്ടാന്നിട്ട് വനറുദ്ദുഇലാ മാ കാനിഹാ മിനൽ ജസദ്, ജസദിൽ ഓരോ പീസും എവിടെ വെക്കണം എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഗർഭാശയത്തിനുള്ളിൽ നിന്ന് വെച്ചില്ലേ എന്നതുപോലെ ആദ്യം ഇത് വെക്കണം, പിന്നെ ഇത് വെക്കണം, പിന്നെ ഇത് വെക്കണം. ആ ജോയിൻ്റ് എല്ലാം ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. സുമ്മ നക്സുഹാ ലഹമ, പിന്നെ അതിൻ്റെ മേലെ ലഹമിനെ പൊടിയുന്നു. അത് ഖുർആനിൽ വന്നിട്ടില്ലേ? എല്ലുകൾ ഉണ്ടാക്കിയതിന് ശേഷം സുമ്മ കസൗനൽ ഇളാമ ലഹമ. അപ്പോൾ ഇപ്പോൾ ഗർഭാശയത്തിൻ്റെ പുറത്താന്ന് മാത്രം, ബാഹ്യ ലോകത്താണ്. ഒരു ശരീരത്തിന് വസ്ത്രം അണിയിപ്പിക്കുന്നത് പോലെയാണ് മാംസങ്ങളെ കൊണ്ടുണ്ടാക്കുന്നത് പുതിയത്. ഇനി ഇവിടെ നോക്ക്, ഇമാമ് എന്നാണ് ബഹുവചനമാക്കി. ഇമാമ് അലമിന്റെ ജമ്മ് ബഹുവചനല്ലേ. സുമ്മ നക്സുഹ ലഹമിന്റെ അവിടെ ഏകവചനമാണ്, ലഹമിനെ ബഹുവചനാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ലഹമ് മൊത്തത്തിലൊന്നാണ്. ഇമാമ് പല കഷ്ണങ്ങളും പല ജോയിന്റുകളും, ചെറിയ ചെറിയ പീസ്, വലിയ പീസ്, ഇങ്ങനെ പല കോലത്തിൽ ഇമാമുണ്ടാകുന്നത്. ഈ ജോയിന്റ് ശരിയാവില്ല. അത് നോക്കിയിട്ട് ഇമാമ് ജമ്മാക്കി. എന്നിട്ട് വേണം ഓരോന്ന് പുറത്ത് വെക്കാൻ. ഒറ്റക്കൊട്ടല്ലോ, ഇവിടുത്തെ അടുത്തൊക്കെ എന്തെല്ലാം ജാതിയുണ്ട്. ലഹമിനെ ഏകവചനമാക്കുകയും ഇളാമിനെന്താക്കി ബഹുവചനമാക്കലി അന്നൽ ഇളാമ മുത്തഫരിക്കത്തും മുത്തഅദ്ദിദത്തും സൂറത്തൻ, എല്ലുകൾ ഭിന്ന ഭിന്നമായി പല കഷ്ണങ്ങളും പല വലിപ്പത്തിലും പല കോലത്തിലുമാണ്. അതുകൊണ്ട് ഇളാമെന്ന് ജമ്മാക്കിയത്. എന്നിട്ടോ വൽ ലഹമു മുത്തസിലും മുത്തഹിദും മുശാഹദ, ലഹമ് മൊത്തത്തിൽ വരുന്ന വലിയ രീതിയിലുള്ളത്. ഖുർആനിലൊരു പോക്ക് കണ്ട,
انظر الى العظام ثم نكسوها لحما قيل انه سمع صوتا من السماء. ഇവിടെ എന്താണ്? ആകാശത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അയ്യത്തുഹൽ നിദാമുൽ ബാലിയത്തുൽ മുതഫരിഖ, ചിന്ന ഭിന്നമായി കിടക്കുന്ന നുറുമ്പി എല്ലുകളെ, ഇന്നല്ലാഹ യഅ്മുറുകി, അല്ലാഹു തആല ഇതാ കൽപ്പിക്കുന്നു, അയ്യല്ലമ്മ ബഅദുകി ഇലാ ബഅദിൻ, ഇതിന്റെ ബാലിലേക്ക് ചേരണമേ എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ ഓരോ എല്ലും നേരെയാക്കുന്നു, അതിനപ്പുറം വെക്കാനുള്ള ഇങ്ങനെ ഫിറ്റ് ചെയ്തു. ലഹമിനാലും ജിൽദിനാലും അത് പൊതിയപ്പെടണമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഓരോ എല്ലുകളും മറ്റൊന്നിനോട് അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു എല്ലുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ചേർത്ത് നോക്കാൻ തുടങ്ങി. എല്ല് മാറിപ്പോയത് ഉണ്ടാവില്ലല്ലോ, അതിന്റെ പ്രവർത്തനം നടക്കൂലല്ലോ. അതിന്റെ ചെന്ന് ബില്ലൂക്ക്, ഞരമ്പുകളുണ്ട്, നാടികളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അതിന്റെ മേലെന്തായി? മാംസം പൊതിഞ്ഞ്. തോലിൽ നിന്നതാ രോമങ്ങൾ പുറത്തു വരുന്നു. പിന്നെയാണ് അതിൽ റൂഹ് ഊതപ്പെട്ടത്. അത് എണീറ്റ് നിന്നിട്ട് ഒരൊറ്റ അട്ടഹാസം. ഈ കഴുതകൾ അട്ടഹാസിക്കുന്നില്ല. ഉസൈറബറുകൾക്ക് ബോധ്യപ്പെട്ട് ഇങ്ങനെയാണ് അള്ളാന്റെ ഹിജാന്റെ കോലം. ഞാനൻ, അതിന് ഞാൻ എന്ന് പറയുന്നത് യക്കീനായിട്ട് നേരത്തെ മനസ്സിലുണ്ടല്ലോ. പല അവലം തോന്നി എന്ന് പറഞ്ഞ മാതിരി മനസ്സിൽ ഈമാനിയായിട്ടുണ്ട്, അത് ഞാനായിട്ട് കണ്ട്. ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞു. അതാ كل شيء من الأشياء التي من جملتها ما شاهده في نفسه وفي غيره. നഫ്സിൽ കണ്ടതും ഗൈർ കണ്ടതും, എന്തിന്? ഭക്ഷണത്തിലും മറ്റേ തിമാറിലും. من تعجب الآثار قدير لا يستعصي عليه أمر من الأمور. ഒരു കാര്യത്തിൽപ്പെട്ട ഒന്നും അല്ലാഹു തആലക്ക് പ്രയാസകരമായി ചെയ്യാൻ കഴിയാത്തതായി വരൂല. ഇപ്പം മൂപ്പർക്കെന്താക്കി ഹഖുൽ യഖീനെ തുടർന്ന് പറഞ്ഞതാണ് അയലമു. നേരത്തെ ഈമാനെ കൊണ്ട് പറഞ്ഞു അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ വഅന്നല്ലാഹ അലാ കുല്ലി എന്താണ്? അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ വഹസാബ കുല്ലി ഷൈഇൻ അദദ. അതൊക്കെ ഈമാനെ തുടർന്ന് പറഞ്ഞു. ഇത് ഈമാന്റെ അപ്പുറത്തുനിന്ന് ഇയാനുമായിട്ട് പറഞ്ഞതാണ് അഅലമു. ആണ് കേട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഹയാത്താക്കി കൊടുത്ത വിഷയമാണ് പറയുന്നത്.